ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ആർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കുറച്ചധികം ശോകമായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. സംഭവം ഞാൻ ഒരു അരമണിക്കൂറിനടുത്ത് റെക്കോർഡാക്കിയതാണ് ഗെയിം. പക്ഷേ ഗെയിമിനകത്ത് വന്നപ്പോഴേക്കും റെക്കോർഡാക്കി വന്നപ്പോഴേക്കും കുറച്ചിങ്ങനെ കലകലപ്പും ഭയങ്കര ഒരു സൗണ്ടൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ കഷ്ടപ്പെട്ട് റെക്കോർഡാക്കിയതാണ്. പക്ഷേ അതിനകത്ത് 10 മിനിറ്റ് പോലും ഇല്ലാതെ തോന്നുന്ന ആ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഞാൻ ഗൈസ് ഇവിടെ ഒരു സാധനം വെച്ച് കേട്ടോ. പക്ഷെ ഇത് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ മറ്റേ നമ്മുടെ ഈ സാധനം ഉണ്ടല്ല, എയർ കണ്ടീഷണർ, ഈ സാധനം വെച്ചിട്ടുണ്ട്. മുട്ട ഇതാക്കാനായിട്ട് ഈ നാളെ പോയി ഇനി വെക്കണോ? നാളെ മതി എന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഞാൻ പിന്നെ ഇവിടെയും ഒരെണ്ണം വെച്ചിട്ടുണ്ട്, നമ്മുടെ പവർ ജനറേറ്റർ ഇവിടെ ഒരെണ്ണം വെച്ച്. കാരണം ഇങ്ങോട്ടേക്ക് വന്നില്ല, കണക്ഷൻ കിട്ടുന്നില്ല. ഒരെണ്ണം ഇവിടെ ഉള്ളത്, അപ്പം അങ്ങോട്ടേക്ക് കണക്ഷൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ തുമ്പിയെ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ട്രാപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തുമ്പിനെ പിടിക്കാനായിട്ടതാ ഈ ട്രൈക്കിനെ കണ്ട, ഇത് അത്യാവശ്യം 10,000 ഹെൽത്ത് ഉണ്ട് ഈ സാധനത്തിന്. അപ്പോൾ ഞാൻ ഇതിനെ പിടിച്ച് 150 ലെവലായിരുന്നു. ഇതിനെ പിടിച്ച് ഹെൽത്ത് മാത്രം ഞാൻ കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ക്രയോപ്പൊടി കയറ്റാം. ഓക്കെ, കയറി. ഇതെന്താ കയറാത്തത്? ഓക്കെ, ക്രയോപ്പൊടി കയറിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ഒരു മെയില് മറ്റേ തുമ്പിയില്ല, അതിനെ പിടിച്ചിട്ട് അതിൽ നിന്ന് എന്തോ ഫെർമോൺ അങ്ങനത്തെ ഒരു സാധനമുണ്ട്, അത് എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ സാധനത്തിന് ടൈം. അയ്യോ, അതിനു മുമ്പ് നമുക്ക് മറ്റേ അമ്പുംബില്ലും ക്രാഫ്റ്റ് ആക്കില്ലല്ല ഗൈസ്. കുറച്ചധികം അമ്പുംബില്ലും കൂടി വേണം കേട്ടോ. നമുക്ക് ക്രോസ് ബോൺ ആണ് നമ്മൾ നോക്കാക്കാൻ പോകുന്ന ഈ സാധനത്തിന്. നോക്കല്ലല്ല, എന്തോ ചെയ്യൂല അതിനാ. അശ്വന്റെ പേരെന്തായിരുന്നു? ഹെൽത്ത് കുറച്ച് പരിപാടീസ് ഉണ്ട് ഈ സാധനത്തിനെ പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഹൈ ലെവൽ നോക്കി എടുക്കുക. അപ്പോൾ 200 ഓർഡർ കൊടുത്തിട്ടുണ്ട്, 192. പിന്നെ ഏതാ ഉള്ളത്? 168. ഇതുകൂടി ഇരിക്കട്ടെ. ഓക്കെ, നമ്മൾ 4 ക്രോസ് ബോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചധികം സ്റ്റോൺ ആരോസ് വേണം. അപ്പോൾ സ്റ്റോൺ ആരോ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കട്ടെ. ഫൈബർ, ഫ്ലിൻറ്റ്, താച്ച്, ഇത്ര മതി. ഓക്കെ, ഫ്ലിൻറ്റ് കിട്ടി. ഫൈബറും ഇവിടെ കാണണം. ഫൈബർ നോക്കട്ടെ. ഓക്കെ, താച്ച് കിട്ടി. ഫൈബർ, ഓക്കെ, ഫൈബറും കിട്ടി. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ കുറച്ചധികം നമ്മുടെ 100 പറ്റുള്ളൂ. കുറച്ചധികം ഉണ്ടാക്കി വെക്കാം നമുക്ക്. ഈ ക്രോസ് ബോയിൻ്റെ ഉണ്ടല്ലേ, ഈ ആമോ കുറച്ചധികം ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. അതിന് എങ്ങാനും തീർന്നു പോയിക്കാൽ നമ്മൾ പെട്ടു. ആ സാധനത്തിന് ഭയങ്കര പാടാന്ന് അതിൻ്റെ ഹെൽത്തൊക്കെ കുറക്കാനായിട്ട്. അപ്പം ഈ അമ്പ് തീർന്നു പോയിക്കാൽ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ആർജ് നല്ല രീതിക്ക് വെയിറ്റ് കൊടുക്കും, അപ്പം പിന്നെ കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ. നമ്മുടെ അമ്പുമ്പിൽ ഇങ്ങനെ ക്രാഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലിൻറ്റ് വേണം, പിന്നെ നമ്മുടെ താച്ചും വേണം. ഓക്കെ, ഫ്ലിൻറ്റ്, ബാക്കിയുള്ള ഫ്ലിൻറ്റ് എവിടെ? ഫ്ലിൻറ്റ് ഇല്ലല്ലേ, ഷടാ. തൽക്കാലം നമുക്ക് ട്രാങ്കുലേസർ എടുത്തിട്ട് കാര്യമില്ല. ട്രാങ്കുലേസർ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ചധികം ഫ്ലിൻറ്റ് എവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടും വരാം. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് നമ്മുടെ ഇവനെ കൊണ്ട് പോയിട്ട് കുറച്ച് ഫ്ലിൻറ്റ് അടിക്കാം. എവിടെ? നമ്മുടെ മെറ്റൽ കുത്തുന്നവൻ. മെറ്റൽ കുത്തി, അതാ കിട്ടിപ്പോയി. ലെറ്റ്സ് ഗോ റൈഡ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ മറ്റേ ഇതുണ്ടാവും. ഇത് വരുമ്പോഴേക്കും ഒരു നേരം ആവും കേട്ടോ. നമുക്ക് തൽക്കാലം ഇവനെ ക്രയോപോൾ ആക്കിയിട്ട് കൊണ്ടുപോവാം. കാരണം ഇവൻ ഇങ്ങനെ നിരങ്ങി പോകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ടൈം എടുക്കും. പിന്നെ ഗൈസ്, നമുക്ക് ഈ പിന്നെ ബ്രീഡിങ് ഞാൻ പഠിച്ചു കേട്ടോ. കുറച്ചധികം ഞാൻ പഠിച്ചിട്ടുണ്ട് ബ്രീഡിങ്ങിൻ്റെ ഒക്കെ. അത് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നീട് എന്തായാലും ചെയ്യാം നമുക്ക് ആ സാധനം. നമ്മുടെ ഹെൽത്ത് കൂട്ടാനും പിന്നെ മിലി കൂട്ടാനും അങ്ങനത്തെ പരിപാടീസൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. വൈകാണ്ട് തന്നെ ഞാൻ നല്ല നല്ല ഡൈനോസിനെ പിടിക്കും. പിന്നെ ഈ നമ്മുടെ ഈ തുമ്പി ഉണ്ടല്ലോ, തുമ്പിനെ വെച്ചിട്ട് കുറേ ഡൈനോസിനെ പൊക്കിയെടുക്കാൻ പറ്റുമെന്നാ പറയല്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ ഗിഗനൊക്കെ പൊക്കിയെടുക്കാൻ പറ്റുമോ? അയ്യോ, ആക്സസ് ചെയ്യുന്നുണ്ട്, ഇതല്ലേ മാറിപ്പോയി ഗൈസ്. നമ്മുടെ ഗിഗ അതിനെയൊക്കെ പൊക്കിയെടുക്കാൻ പറ്റുമോ തുമ്പിനെ വെച്ചിട്ട്? ഗിഗ, കാർച്ചയൊക്ക അങ്ങനെയാണെങ്കിൽ സുഖമല്ലേ. ഓക്കെ, 75 ഫ്ലിൻറ്റ് കിട്ടി. ഓക്കെ, താങ്ക് യു. ഫ്ലിൻറ്റ് കുറച്ചധികം വേണം. 100, 200. ഇപ്പോൾ എത്ര നമ്മുടെ അമ്പുമ്പിലുണ്ട് നോക്കട്ടെ. ഇപ്പോൾ ഒരു 189 നമുക്ക് ഇനിയും ഒരുപാട് വേണം. നമുക്ക് കുറച്ചധികം ഒരു 500-ൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പോകുന്ന. നമ്മുടെ ആർജ് എന്തായാലും നല്ല രീതിക്ക് വെയിറ്റ് എടുക്കുക, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എത്ര ഉണ്ടാക്കി കൊണ്ടുപോയാലും വലിയ സീനില്ല നമുക്ക്. പക്ഷേ അമ്പുമ്പിൽ ഉണ്ടാക്കണേക്കാളും മുന്നേ നമുക്ക് ഇതിനെ മറ്റേ ഫെർമോൺ സാധനം കണ്ടുപിടിക്കണ്ടേ? അയ്യോ, എന്തെല്ലാം പണികളാണ്. ഇതിനെന്തോ വേറൊരു പ്രത്യേക ടൈമാണ്, നമ്മൾ നോക്കി ഇത് പിടിക്കുന്ന ടൈമല്ല ഇതിന്. കുറച്ച് സീനുണ്ട്. ഞാൻ നോക്കിയപ്പോഴേക്കും, ഞാൻ മറ്റേ ഗൂഗിളിൽ നോക്കിയപ്പോഴേക്കും ട്രൈക്കിനെ വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. ഒരു 10,000 ഹെൽത്തുള്ള ട്രൈക്ക് ഉണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ട്രൈക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനെ പിടിക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും അവർ പറഞ്ഞ് ആ ട്രൈക്കിനെ വെച്ച് കുഴപ്പമില്ല പറഞ്ഞ്. അപ്പം ഞാൻ ഒരു 10,000
ഹെൽത്തുള്ള ട്രൈക്കിനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പിടിക്കും, ഇല്ലെങ്കിൽ ഇത് ഫെയിലാവും. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാധനത്തിനെ പിടിക്കൽ. അപ്പോൾ നോക്കാം നമുക്ക് എന്താവുന്നൊരു പിടിയില്ല. പിന്നെ ഇന്ന് എത്ര മിനിറ്റ് വീഡിയോ റെക്കോർഡ് ആവുന്നും ഒരു പിടിയില്ല എനിക്ക്. ഓക്കെ, ഞാൻ ആ ഫ്ലിൻറ്റ് മൊത്തത്തിലൊന്നും എടുക്കട്ടെ. ഫ്ലിൻറ്റ് മാത്രം മതി. ആ ഫ്ലിൻറ്റ് താച്ച് കൊടുത്തേക്കാം കേട്ടോ. താച്ചിരിക്കട്ടെ നമ്മുടെ കയ്യിൽ. ബാക്കി മൊത്തം നമുക്ക് കളഞ്ഞിട്ട് സ്റ്റോൺ വേണ്ട, കാരണം വെയിറ്റ് ഫുള്ളാവും. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ആ കരകരപ്പ് ഉണ്ടാവില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ റൈഡ് കൊടുത്തേക്കുന്നത് ക്രയോപൊടി കേട്ടിട്ട് പിന്നെ അത് സംഭവം നമ്മൾ ഈ കയ്യിൽ ഈ ഫോൺ പിടിക്കൂലേ, അപ്പം ബാക്കിൽ ഇങ്ങനെ ഒരയുന്നതാണ്. അതൊരു സംഭവമുണ്ട്. ബാക്കിൽ ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ ഒരു കര സൗണ്ട് വരും. അത് ഭയങ്കര ശോകമാണത്. നല്ലൊരു മൈക്കൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സീനില്ല ഗൈസ്. പക്ഷെ ഇതിപ്പോൾ ഞാൻ മൈക്കിലല്ല റെക്കോർഡാക്കുന്നത്. എന്തെല്ലാം പരിപാടികളാണ്. ഓക്കെ, നമുക്കിനി ബാക്കി കൂടെ അമ്പുബിൽ ഉണ്ടാക്കാം ഗൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. മൊത്തം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്ര നല്ലത്, കാരണം വാച്ചർ കയറും മൊത്തം കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾക്കിനി നമ്മുടെ ഫ്ലിൻ്റായി. ഇനി ഫൈബർ എടുത്തു, പിന്നെ താച്ച് മൊത്തം എടുത്തേക്കാം. ഇരിക്കട്ടെ താച്ചങ്ങട്. എത്ര ഉണ്ടാക്കാൻ പറ്റും? 100 തന്നെ പറ്റുള്ളൂ മിക്കവാറും. യെസ്, 100 തന്നെ. അപ്പോൾ ഈ 100 കൂടെ ഒന്ന് വേഗം കഴിയട്ടെ, എന്നിട്ട് ഞാൻ വരാം ഗൈസ്. അപ്പോഴേ ഞാൻ എന്തായാലും ഒരു 500 സംതിങ് നമ്മുടെ അമ്പുമ്പിൽ ഉണ്ടാക്കിയിട്ട് വരാൻ കേട്ടോ. ഇപ്പോൾ ഒരു 200 അടുത്തായിട്ടുണ്ട്. കുറച്ചുകൂടെ അധികം ഉണ്ടാക്കാനുണ്ട്. അപ്പം ഞാൻ പോയിട്ട് നമ്മുടെ ഫൈബറും ബാക്കി എല്ലാ ഐറ്റംസും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ കുറച്ചുകൂടെ നമ്മുടെ ഈ സ്റ്റോൺ ആരും ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഫുള്ള് തരും. പിന്നെ ഗൈസ് എൻ്റെ ഇപ്പോഴത്തെ നോക്കി കീസ് നോക്കി 357 ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഞാൻ ഇങ്ങനെ ചുമ്മാ പിന്നെ നമ്മുടെ മഞ്ഞിൻ്റെ ഏരിയയിലെ ബേസൊക്കെ ഞാൻ പൊളിച്ച കേട്ടോ. ഇപ്പം മുകളിലത്തെ ഭാഗം മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര മടുപ്പാണത്. മുകളിലത്തെ ഭാഗം ഭയങ്കര ശോകമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ പൊളിച്ചളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനിയും പറ്റുമെന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ ഓരോ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ ഡ്രോപ്പൊക്കെ കാണുമ്പോൾ അതൊക്കെ ലൂട്ടും. അപ്പോൾ നമുക്ക് കീസ് കിട്ടും. എന്തായാലും വളരെ നല്ല കാര്യം. 352 കീസ് ഇങ്ങനെ കിട്ടിക്കോളും. ഞാൻ കീസിന് വേണ്ടി മാത്രം ഇങ്ങനെ ഇറങ്ങുന്നില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്ത് ഡ്രോപ്പ് വരുമ്പോൾ അതിൽ കൂട്ടിയാൽ മതി. ഞാൻ അങ്ങനെ ചെയ്യലുള്ളൂ. എനിക്ക് 100ൻ്റെ ഒരു ഡ്രോപ്പ് കിട്ടി. 102 അങ്ങനെ എന്താണോ തോന്നിക്കുക, അറിയില്ല കറക്റ്റ്. എന്തായാലും 100ൻ്റെ ഒരെണ്ണം കിട്ടി, അത് ഉറപ്പാണ്. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് നമ്മുടെ ആരോസ് ഫുള്ള് ക്രാഫ്റ്റ് ആയിട്ട് വരാം. അപ്പോൾ കട്ട് ആരോസ് മൊത്തം ക്രാഫ്റ്റ് ആകട്ടെ. ഇന്നത്തെ എപ്പിസോഡ് ഒരു പൊളിക്കും ഞാൻ. നോക്കാം പൊളിയോ അതോ പാടോ എന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ ഞാൻ എന്തായാലും ആരോസ് ക്രാഫ്റ്റ് ആയിട്ട് വരാം. ആർജിന് വെയിറ്റ് എടുത്തില്ലേ നമ്മൾ? ബും. ആർജി വെയിറ്റ് എടുക്കുമായിരിക്കും അല്ലേ? എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആർജിയൊക്കെ എന്തായാലും എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. അയ്യോ തീർന്നാ? ഇനി ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ, ഇനിയും പറ്റും. ഇനിയും ഒരു 100. അപ്പോൾ ഗൈസ് ഇതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ 100, 200, 300 ഇതുകൂടെ കഴിയുമ്പോഴേക്കും തീരും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മൊത്തം തീർത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മുടെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ ഫുള്ള് നമ്മുടെ ക്രോസ്ബോ എടുത്ത് കേട്ടോ. ഞാൻ ഇതിലെല്ലാത്തിലും നമ്മുടെ നോർമൽ ഇട്ട് വെക്കട്ടെ. എല്ലാം സെറ്റല്ലേ? ഓക്കെ, ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങാനും അമ്പുമ്പിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഹൈ ഡാമേജ് 200 അല്ലേ? ഇത് ഹൈ ലെവലുള്ളത് ഇതാണ് ഉള്ളത്, 200 ഡാമേജ്. ഓക്കെ, 600 അടുത്ത മുമ്പിലല്ലേ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സാധനത്തിനെ പിടിക്കാൻ പോകുന്നു. ഫെർമോൺ കളക്ട് ആക്കണം. നമ്മുടെ പഴയ ബേസിൽ ഫെർമോൺ പോയി തോന്നുന്നില്ല. ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല, നമുക്കത് പിന്നെ കളക്ട് ആക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കിനി നമ്മുടെ റൈനോ അങ്ങനെ എന്തോ ഒരു പേര്, തുമ്പി റൈനോ കാത്തേ അങ്ങനെ എന്താണ്ടാണ് പേര് സാധനത്തിന്, എനിക്കറിയില്ല. ഫുള്ള് നെയിം എനിക്കറിയില്ല. നമുക്ക് അപ്പോൾ ഈസിക്ക് തുമ്പി വിളിക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇനി മറ്റേ മെയിൽ കാണണം. മെയിലിനെ പിടിച്ചിട്ട് വേണം അതിൽ നിന്ന് ഫെർമോൺ എടുക്കാനായിട്ട്. ഇവിടെ മറ്റേ സാധനം ഉണ്ട് ഗൈസ്, ചാടി പിടിക്കുന്ന മറ്റേ തൈലോക്കോയിലോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. ഭയങ്കര സീനാണത്. ഒരൊറ്റപ്പെടുത്തോയിക്കുള്ള സാധനം. മെയിലിനെ കിട്ടണം. നമുക്കേ അങ്ങോട്ടേക്ക് പോയി, ഞാൻ മറ്റേ ട്രാപ്പ് വെച്ചേക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ അവിടെ നല്ല ആ ഭാഗത്ത് കാണാറുള്ളതാണ്. നോക്കി നോക്കാം നമുക്ക് എന്തായാലും. പിന്നെ ട്രൈക്കിനെ നമ്മൾ എടുത്തു. പിന്നെന്താണ്? പിന്നെ ഒന്നുമില്ലല്ലോ, പിന്നെ എല്ലാം സെറ്റാണ്. ട്രൈക്കിനെ എടുത്തു. കുഴപ്പമില്ല. നമുക്ക് ബെറീസ് കളക്ട് ആക്കാൻ ഒരുത്തനെ വേണമല്ല. കാസറോഡ്സ് കുറച്ചധികം പെട്ടെന്ന് ബെറീസ് കളക്ട് ആക്കും. കുഴപ്പമില്ല, നമുക്ക് ഇവനെ തന്നെ എടുക്കാം. നമ്മുടെ ഇവനുണ്ടല്ലോ, ഇവൻ്റെ പേരെന്താന്ന്? മറ്റേ കല്ല് കൊത്തുന്ന അവനെ തന്നെ നമുക്ക് പിടിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമുക്ക് റൈനോനാത്ത ആ സാധനത്തിനെ കണ്ടുപിടിക്കണം. അതിൻ്റെ മെയിൽ വേണം ഗൈസ്. മെയിൽ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. മെയിലിനെ പിടിച്ചാൽ അതിൽ നിന്ന് ഫെർമോൺ കളക്ട് ആക്കണം. ഇവിടെ അല്ലെങ്കിൽ കുറേ ഉണ്ടാവേണ്ടതാണല്ലോ. ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ ആരുമില്ല. ഇത്
ആ ഗൈസ് ഞാനേ ഒരു നല്ല 130 ലെവല് മറ്റേ തെറിയില്ലേ തെറിസിനോസോറസ് അതിനെ കൊന്നളഞ്ഞു. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ചുമ്മാ പോയി കടിച്ചതാന്ന്. ഗൈസ് ഇവിടെ ഒന്നിനെ കാണില്ലല്ലോ. അശോ പെട്ടാ. ഇതിലെ കൂടെ ഒക്കെ പോകുമ്പോ കാണേണ്ടതാണ് ഏതെങ്കിലും ഒരെണ്ണത്തിന. അയ്യോ ആ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് ഈ ഭാഗത്തുണ്ട് തോന്നുന്നു തുമ്പി. ഇവിടെ മാരും ഇപ്പം പറഞ്ഞു വേണ്ടല്ലേ. ആ കിട്ടിയടാ, കിട്ടിപ്പോയി. യെസ് ഗൈസ്, തുമ്പിനാണ് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇത് ഫീമെയിലാ മെയിലാ? ഇത് മെയിലാ തോന്നുന്നത്. നോക്കി നോക്കട്ടെ. 2-3 വരുന്നാ. ആൾക്കാർ രക്കത്തിൽ ഞാൻ തീർക്കാൻ പോകുന്നു. പോടാ, എല്ലാം പോവും. പോടാ. ഏതൊരെണ്ണം എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇതിപ്പോ മെയിലാണോ ഫീമെയിലാണോ എങ്ങനെ അറിയാം ഞാൻ? നമുക്കിന്നെ ഡാമേജ് കിട്ടൂല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ ഫീമെയിലാ മെയിലാ ഇത് കാണാനും പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ട്രാപ്പിലോട്ട് കൊണ്ടുപോവാം. ഇതിപ്പോ ആരെയിലേക്ക് ആയിക്കോട്ടെ. ഇത് മെയിലാണോ ഫീമെയിലാണോ? ഫീമെയിൽ ആണെങ്കിൽ സുഖം വരുന്നല്ലോ. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ട്രാപ്പിലോട്ട് കൊണ്ടുപോകാം ഗൈസ്. അതാണ് നമ്മുടെ ട്രാപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ട്രാപ്പിലോട്ട് കൊണ്ടോട്ട് ഇവനാ. ഓക്കെ, വരുന്നുണ്ട്, വേഗം വാ. ഞാൻ നമ്മുടെ ഡൈനോ ഡാമേജ് ഫുള്ള് കുറച്ചിട്ടേക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഡൈനോ കുത്തുമ്പോൾ ഇത് കേൾക്കൂല. അപ്പോൾ തുമ്പിനെ കൊണ്ട് നമ്മൾ വന്നു, വാതിൽ തുറന്നു, തുമ്പിനെ നമ്മൾ അകത്തോട്ട് കയറ്റി, തുമ്പിനകത്ത് കയറ്റി. എന്നിട്ട് നമ്മൾ വാതിലടക്കട്ടെ. ഓക്കെ, നമ്മൾ വാതിലടച്ചു. ഇത് മെയിലാണ് ഗൈസ്. ആടാ ശേ, ഇത് മെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവൻ്റെ നിന്ന് മറ്റേ ഫെർമോൺ കളക്ട് ആക്കണം. അയ്യോ പറക്ക്, എന്താ പറക്കാത്ത? ആ വിശുദ്ധ പറക്കാത്തത്. ഡേയ് പറന്ന്. ഓക്കെ, തുമ്പി തോന്നി പോലെ ഭാഗ്യം ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഗ്യാപ്പിൽ കൂടി തുമ്പി പോകുന്നൊരു പേരുണ്ടായിരുന്നു. അത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇതിലേക്ക് കൂടെ, പക്ഷെ പോകില്ല കേട്ടോ, ഭാഗ്യം, രക്ഷപ്പെട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൊന്നത് ഒരു ഫീമെയിൽ തുമ്പിയാണ്. കുഴപ്പമില്ല, ഇവിടെ കുറേ തുമ്പികളുണ്ട്. ഈ കാട് കുലുങ്ങുന്ന സ്ഥലം ഉണ്ടെങ്കിലേ മനസ്സിലാക്കുക അവിടെ തുമ്പി ഉണ്ടെന്ന്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഒരു ഫീമെയിലെ കണ്ടുപിടിക്കും ഗൈസ്? അവിടെ ഒരു 80 ഞാൻ കണ്ടാർന്ന്. അത് പക്ഷെ ഇവിടം വരെ വരുമോ ആവോ? അത് ഫീമെയിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന വഴിയില്ലേ, അവിടെ ഒരു 80 ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാട് കുലുങ്ങുന്നുണ്ടെങ്കിൽ അവിടെ തുമ്പിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രാപ്പ് കണ്ടില്ല എല്ലാവരും? അതാണ് നമ്മുടെ ട്രാപ്പ്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പിന്നെ ഗൈസ് നമുക്ക് ഒരാൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈനോ റെസിസ്റ്റൻസ് കൂട്ടിട്ട് കണ്ടിട്ട് നമ്മൾ ഡൈനോ ഡാമേജ് കുറച്ചിടണം. അപ്പം നമുക്ക് മാത്രമേ ഡൈനോസിനെ കൊല്ലാൻ പറ്റുള്ളൂ, വേറെ ആർക്കും. അതായത് അവന്മാർ സ്വയം തമ്മിത്തല്ലി ചാവൂല. ആൻഡ് ബ്രോ, അത് നല്ലൊരു ടിപ്പായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടാ കളിക്കല്. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾ കുറേ ടിപ്സ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലെ ടിപ്പുകൾ ഇടണം. ഞാൻ എല്ലാ കമൻറ്റുകളും ഞാൻ കാണലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ ഗൈസ്, അവിടെ ഒരു തുമ്പി ഉണ്ട്. അതിൻ്റെ ലെവൽ എത്രയും നോക്കട്ടെ. നല്ല ഹൈ ലെവലാണെന്നോ അതാണെന്ന് തോന്നുന്നു മറ്റേ ഫീമെയിൽ. നോക്കട്ടെ, ഫീമെയിൽ തുമ്പി, യെസ് 45 ലെവൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവനെ പിടിച്ചുകൊണ്ട് വരാം ഇങ്ങോട്ടേക്ക്. ഒരു 45 ഉണ്ട്, പിന്നെ വേറൊരു ലെവലുണ്ട് കേട്ടോടാ. 45 ഏതുവാണുള്ളത് നോക്കട്ടെ. 30 ഒരു 2 ഫീമെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്നതിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് പോരാ. അപ്പോൾ ലെറ്റ്സ് ഗോ തുമ്പി, കമോൺ. ഇനിയിപ്പോൾ ഇവൻ നമ്മളെ ഫോളോ ചെയ്ത് വരും, നമ്മൾ പിടിക്കും. ബടാ, യെസ്, ഫോളോ മീ. ഇതെന്താ വരാത്തത്? അശോ എടാ, ഞാൻ ആ തുമ്പിനെ കടിച്ച് കുഴപ്പമില്ല, നമുക്ക് ഇവനെ പിടിക്കാം. എടാ എന്നെ ഫോളോ വാ. ഭാഗ്യം 2 ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റേ വലിയൊരു ജീവി ഇല്ലേ, ഇതാ ഈ ഒരു ജീവി കണ്ട അവൻ കടിക്കുന്ന ജീവി, ഇതിനെയാണ് ഞാൻ തീർത്തത്. പക്ഷെ തുമ്പിക്കിട്ട് അടി കൊണ്ട് ഗൈസ്. ഞാൻ ഇവനൊന്ന് വേഗം തീർക്കാൻ പറ്റുമോ? ഞാനൊന്ന് ഇവൻ്റെ ഇറച്ചൊന്ന് കുത്തിയെടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ആ തുമ്പി വരൂല നമ്മുടെ അടുത്തോട്ട്. ഓക്കെ, ഇറച്ചി അത്യാവശ്യം ഞാൻ ഓക്കെ കുത്തിയെടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ആ തുമ്പിനെ കൊണ്ട് നമ്മുടെ ട്രാപ്പിലോട്ട് പോവാം. അപ്പോൾ ഫോളോ മീ. തുമ്പി വരുന്നുണ്ടാ? അവിടെ അത് വരുന്നില്ല. അതാ വരുന്ന കിട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തുമ്പിയെ പിടിക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവൻ നമ്മളെ ഫോളോ ചെയ്ത് വരണം. ഞാനിപ്പോൾ സൗണ്ട് ഫുള്ളാക്കാത്തത് കൊണ്ടേ ഇതെങ്ങനെ വരലി സൗണ്ടൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. സ്റ്റാമിന തീരാണ്ടിരുന്നാൽ മതി. പിന്നെ ഈ തുമ്പി വേറെ ആരെയും ഫോളോ ആക്കില്ലാന്ന് തോന്നുന്നു, നമ്മളെ തന്നെ ഫോളോ ആക്കുള്ളൂ തോന്നുന്നട്ടാ. ഇപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ തന്നെ ഫോളോ ആക്കുള്ളൂ. അവിടെ വരുന്നുണ്ട്. ഭാഗ്യം. ഞാൻ വെച്ചിന് പോയി വിചാരിച്ച്. സാധാരണ ഇങ്ങനെ കുത്തിയതാണ് ആ തുമ്പി ഗൈസ്. അപ്പോൾ നമ്മൾ ഈ 30 ലെവലല്ലേ, അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു 30 തന്നെ ആയിരിക്കൂലേ എന്തായാലും.
ആയിരിക്കുമല്ലേ, എനിക്കറിയില്ല കറക്റ്റായിട്ട്. നമുക്ക് എന്തായാലും നോക്കാം. 30 കിട്ടിക്കാനാ ഭാഗ്യം. തുമ്പി വരുന്നുണ്ടാവും പുറകിൽ, പക്ഷെ അവൻ ഓക്കെ വരുന്നുണ്ട്. ഞാൻ നമ്മുടെ അറ്റാക്ക് ബട്ടൺ പിടിച്ച് ഞെക്കലില്ല. എങ്ങാനും ഞെക്കിക്കാൻ ഈ തുമ്പിക്ക് കഴിവുകൊണ്ട് തന്നെ ഈ തുമ്പിയും വീരും. പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ആക്കേണ്ടി വരും അടുത്ത തുമ്പി സ്പോൺ ആവാനായിട്ട്. ഓക്കെ, നമ്മളങ്ങനെ പറന്ന് നമ്മുടെ ട്രാപ്പിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മുടെ മറ്റേ ആർജി ആയിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും എത്തൂലായിരുന്നു, കാരണം ആ ആർജക്ക് സ്റ്റാമിന ഭയങ്കര കുറവാണ്. അതാ വേറെ അത്ര കുത്താൻ പോകുന്ന ഈ തുമ്പിക്കൊന്നും വേറെ പണിയില്ല. വീണ്ടത് ഒരടിക്ക് തന്നെ. ഓക്കെ, നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ബാ ഗൈസ്, ഈ തുമ്പിടെ എന്താ ഉണ്ടശി എന്തോ സാധനം പോയാലും ഒരു മഞ്ഞ സാധനം കാട്ടമ്പല്ലോ ആണോ ഇനി? പക്ഷെ ഈ കാട്ടമൊക്കെ വേറെ കളറല്ലേ ജീവികളുടെ? നോക്കാം എന്തായാലും. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ നമ്മുടെ ട്രാപ്പിന് എത്താറായിട്ടുണ്ട്. വേറെ ഡൈനോസൊന്നും വരാണ്ടെന്നാ രക്ഷപ്പെട്ട്. ഓക്കെ, വേറെ ഇതാ പോകുന്ന ഇവനെ കൊണ്ട് ഭയങ്കര മേടാണ് കേട്ടോ ഈ സാധനത്തിനെ കൊണ്ട്. നമുക്കപ്പോൾ ഇവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം, അല്ലെങ്കിൽ ഇപ്പം അടുത്ത ഇതിനങ്ങളെ കടിക്കാൻ പോകുന്നു. ഓക്കെ, ഇതിനെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ തിന്നട്ടെ കൊന്നിട്ട്. ഓക്കെ, അതിനെ അങ്ങനെ കൊന്നു തിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇവിടെ ഒരുത്തനുണ്ട്, ഇതിനെ കൂടെ തിന്നു കഴിഞ്ഞാൽ ഓക്കെ, അതിനെ ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. തുമ്പിനി എന്നെ ഫോളോ ആക്ക്. ഇവിടെ തന്നെ ഫോളോ ആക്കുന്നില്ലടാ ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും ആ മീറ്റൊന്ന് കുത്തിയെടുക്കട്ടെ കേട്ടോ, അതിൽ പിന്നെ ആ തുമ്പി നമ്മളെ ഫോളോ ആക്കൂല. ഓക്കെ, മീറ്റ് ഞാൻ മൊത്തത്തിൽ കുത്തിയെടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, വീണ്ടും നമ്മളങ്ങനെ നമ്മുടെ തുമ്പിനെ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എവിടെ വരുന്നില്ലേ? ലെറ്റ്സ് ഗോ. വരുന്നുണ്ട് ഗൈസ്. കുറച്ച് നമുക്ക് പൊങ്ങി പറക്കാം, അല്ലെങ്കിൽ പിന്നെ താഴെ ജീവികളായിട്ട് അവൻ അടിപിടിക്കാൻ പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടൈമാക്കാൻ പറ്റില്ല. ഇന്നത്തെ എപ്പിസോഡ് സൗണ്ട് ഒന്ന് സെറ്റാക്കി കിട്ടിയാൽ മതി ഗൈസ്, എനിക്ക് അത് മാത്രമുള്ളൊരു പേടി. പഴയ എപ്പിസോഡിനകത്തേ സൗണ്ട് ഭയങ്കര ബോറായിരുന്നു. എനിക്കതൊരു ശോകമായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്രാവശ്യം എന്തായാലും നല്ലൊരു എപ്പിസോഡ് നിങ്ങൾക്ക് തന്നെ എന്നൊരു ഇത് തോന്നി എനിക്ക്. ഞാൻ അപ്പം ഇന്നേ ദിവസം 8 ദിവസം തന്നെ രാത്രിയായി ഇപ്പം റെക്കോർഡാക്കാതിരിക്കല്. സൂപ്പർ ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും സൂമ്പി. ഞാൻ ഇനി പോയിട്ട് നമ്മുടെ ഡൈനോ റെസിസ്റ്റൻസ് ഒന്ന് കുറക്കട്ടെ, എന്നിട്ട് നമ്മൾ തുമ്പി ഇതിൻ്റെ ഉള്ളിൽ കേട്ടിട്ട് ഞാൻ വരാം ഇനി. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ എൻ്റെ ഡൈനോ റെസിസ്റ്റൻസ് ഒന്ന് കുറക്കട്ടെ. പിന്നെ മറ്റേ ഫെർമോണിനകത്തില്ലേ? ഓക്കെ, ഫെർമോൺ കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ ഡൈനോ റെസിസ്റ്റൻസ് ഒക്കെ ഒന്ന് കുറച്ച് ഇനി തുമ്പിനെ അതിൻ്റെ ഉള്ളിൽ കേട്ടിട്ട് വരാം ഗൈസ്. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു നമ്മുടെ തുമ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫീമെയിൽ ആണ്, ലെവൽ എന്തോ 60. പിന്നെ ഡൈനോ റെസിസ്റ്റൻസ് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, അതേപോലെ നോക്കി കണ്ടൊക്കെ ചെയ്തതിന് പണി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് സമാധാനപരമായിട്ട് തുറക്കുക ഗേറ്റ്. ഓക്കെ, ഗേറ്റ് തുറന്നു. നമ്മൾ ആർജനെ ഇവിടെ വെച്ചു. അതെന്താ അതവിടെ വേറെ ആരും അടിക്കാൻ പോയേക്കുന്ന എന്താ ഇത്? ഓക്കെ, ഇത് ഞാൻ ഒന്ന് വേഗം തീർക്കട്ടെ ഈ ആമൻ, അല്ലെങ്കിൽ പിന്നെ ഈ ആമൻ അയ്യോ അടി കൊള്ളല്ലേ. എടാ, ഈ ആമയുടെ മേത്തെന്തോ സാധനം ചെയ്യുന്ന അതെന്താ ഗൈസ്? പിന്നെ എൻ്റെ മറ്റേ അമ്പുമ്പിലൊക്കെ എടുത്ത് കൊണ്ടുപോയി രണ്ടും മറ്റേ പറക്കുന്ന ഒരു ജീവി ഉണ്ടല്ല, അത് വന്ന് കൊണ്ടുപോയി എൻ്റെ അമ്പുമ്പിലൊക്കെ. ഞാൻ ഇതിനൊന്ന് തീർക്കട്ടെ ഈ ആമേന. ഓക്കെ, തുമ്പി എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ആമേന. ഓക്കെ, ഈ ആമ ഇപ്പം തന്നെ തീരും, എന്നിട്ട് നമുക്ക് വേഗം പോവാം. പക്ഷേ ഞാൻ താഴത്തോട്ട് പോകുന്ന ഈ ആമനൊന്ന് തീർത്തിട്ട് വേണം നമുക്ക് ഈ തുമ്പിനെ പിടിക്കാനായിട്ട്. ഈ തുമ്പിയും ആമനെ തന്നെ അടിക്കുന്നത് കേട്ടോ. ഓക്കെ, അവർ തമ്മിൽ അവിടെ അടിയായി. ഇപ്പോൾ ഈ ആമനെ ഞാനിപ്പോൾ തന്നെ തീർക്കും, എന്നിട്ട് ഞാൻ ആ തുമ്പിനെ പിടിക്കും. ട്രൈക്കൊക്കെ വരുന്ന ഇതെന്താ ഇത്? ഞാൻ പിടിക്കാൻ വരുമ്പോൾ എല്ലാവരും വരുന്നു. ഇതെന്താ ഇത്? എനിക്ക് മാത്രം എന്താ ഇത് ഇങ്ങനെ? ഞാൻ FPP ആകുക കേട്ടോ, അല്ലെങ്കിൽ മര്യാദ കാണൂല. ഓക്കെ, നമ്മുടെ ഹൈ ലെവലിൽ ഒരു ഡാമേജ് ഉള്ള ഒരു വെപ്പൺ ഉണ്ടായിരുന്നതാണ്, അത് പക്ഷേ പോയി. ഞാൻ എൻ്റെ ആർജന കൊണ്ട് വന്നിട്ട് ഇതിനൊക്കെ ഒന്ന് തീർക്കട്ടെ. ഇത് ഞാൻ പിടിക്കാൻ വരുമ്പോൾ എല്ലാവരും വന്നോളൂ മനുഷ്യന്. ഇനിയിപ്പോൾ തുമ്പിക്കടി കൊണ്ട് തന്നെ പണിയാണ് ഗൈസ്, അതാണെന്നൊരു പ്രശ്നം. ഭാഗ്യം, മറ്റേ ട്രൈക്ക് പോയി കേട്ടോ, താഴത്തോട്ട് രക്ഷപ്പെട്ടറാ. ഇനിയിപ്പോൾ ഈ ആമ മാത്രമേ ഉള്ളൂ. ആമനൊന്ന് തീർത്ത് കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി അങ്ങനെ തീരും. ഈ ആമ പക്ഷെ തീരുന്നില്ല. ഇതിൻ്റെ ഹെൽത്ത് വീണ്ടും റിക്കവർ ആവുന്നുണ്ടാ നോക്കട്ടെ. പക്ഷെ ഇത് കാണുന്നില്ലല്ല. ഇല്ല, കുറച്ചുകൂടെ ഉള്ളൂ. എൻ്റെ ഹെൽത്ത് ഒന്ന് വേഗം തീർക്കട്ടെ ഞാൻ. പടാ, ഈ തുമ്പിക്കിട്ട് അടികൊണ്ടിരുന്നാൽ മതി, വേറൊരു കുഴപ്പമില്ല. അത് എന്തോ ലെവൽ 60 റൈനോ ആ സാധനം ഒന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ അത് ഞാൻ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാവധാനപരമായിട്ട്
നമുക്ക് ഈ തുമ്പിനെ കൊണ്ട് കൂട്ടിക്കയറാം. ലെറ്റ്സ് ഗോ. അയ്യോ കൂട് മാറിപ്പോയി. ഓക്കെ കയറി കയറി കൂട്ടി കയറി. ഗൈസ് അങ്ങനെ നമുക്ക് തുമ്പിനെ കിട്ടിയിട്ടുണ്ട്. ബാ എവിടെ ഇതെന്താ ഇത്? നമുക്ക് കറക്റ്റായിട്ട് ഈ സാധനത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുതന്നെ കേട്ടോ. കറക്റ്റായിട്ട് എൻ്റെ പുറകെ വന്നു കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ മുകളിൽ സാധനം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം ഇനി തുമ്പി. ഓക്കെ ഗൈസ് അങ്ങനെ തുമ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി ഇത് സാധനം അടക്കാം നൈസായിട്ട്. ഓക്കെ ക്ലോസ്. നമ്മളതങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആർജനെ മേത്ത് കയറുന്നു. എന്നിട്ട് നമ്മൾ പോകുന്നു. സാവധാനപരമായിട്ട് നമ്മൾ പോകുന്നു. ഓക്കെ ലെറ്റ്സ് ഗോ. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ തുമ്പിയെ ട്രാപ്പാക്കിയിട്ടുണ്ട്. അയ്യോ വല്ലാത്തൊരു പാടായിരുന്നു കേട്ടോ ഈ സാധനത്തിനെ ട്രാപ്പാക്കാനായിട്ട്. ഇനി നമുക്കിതിൽ ഹെൽത്ത് അടിച്ച് കുറക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. ഹെൽത്ത് എന്തോ 10 ആക്കണം. അപ്പോൾ നമുക്ക് ആർജനെ നമുക്ക് ക്രയോപ്പൊടി കയറ്റാം. അശോ നമ്മളതാ തുപ്പുന്നത്. നമുക്ക് ആർജനെ നൈസായിട്ട് ക്രയോപ്പൊടി കയറ്റാം. എന്നിട്ട് തുമ്പിൻ്റെ ഹെൽത്ത് കുറക്കണം നമുക്ക്. എന്നിട്ട് വേണം നമുക്ക് മറ്റേ ഫെർമോൺ എന്തോ സാധനം ഇട്ടിട്ട് വേണം ആ ട്രൈക്കിന് ഇട്ട് കൊടുക്കാനായിട്ട്. ക്രീച്ചർ ഇതെന്താ ഇത്? ഹെൽത്ത് കുറഞ്ഞാ? പക്ഷെ ഇതെന്താ ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരുന്ന? ഓക്കെ ഒന്നുകൂടെ നോക്കട്ടെ. ആ തുമ്പേൻ്റെ ഉള്ളിൽ നിന്ന് പോകില്ലല്ല. ഓക്കെ തുമ്പി ട്രാപ്പാണ് ഗൈസ്. അതുപോലെ തന്നെ ഇപ്പം ഈ യൂസ് ചെയ്ത് തുമ്പി ഇല്ലേ, ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വേറെ ഇതിനെ ടൈമാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സുഖമായിരുന്നല്ലേ. ഓക്കെ ആർജനെ ക്രയോപ്പൊടി കയറ്റാൻ പറ്റിയിരുന്ന ഇത് കയറുന്നില്ല. എന്തായാലും അവിടെ നിൽക്ക്. നമുക്ക് എന്തായാലും നമ്മുടെ തുമ്പി ഒന്ന് അടിച്ച് നമുക്ക് ലെവലൊക്കെ കുറക്കാം. ഓ ലെറ്റ്സ് ഗോ. തുമ്പി നമ്മുടെ മറ്റേ ഗേറ്റ് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പൊട്ടൂല. അതാണ് അതിൻ്റെ ഒരു സ്ട്രോങ്. അതാണ് തലക്കെട്ട് നോക്കി കൊടുക്കട്ടെ തുമ്പിൻ്റെ. അപ്പോൾ പെട്ടെന്ന് തുമ്പിൻ്റെ ഹെൽത്ത് കുറയും. ഓക്കെ ഗൈസ് പിന്നെ റെഡ് വുഡ്സിൽ പോയപ്പോൾ ഇല്ല എൻ്റെ 200 ലെവലുള്ള മറ്റേ സാധനമില്ല. അത് ആരെണ്ണം എടുത്തുകൊണ്ട് പോയി. ഏതൊരു സാധനം വന്ന് കൊത്തിക്കൊണ്ടും പോയി. അയ്യോ എടാ ഗൈസ് അങ്ങനെ അറ്റംപ്റ്റ് 2 ഫെയിലായി. എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഇതിലൊന്നും ഞാൻ തളരൂല. എനിക്കതിൽ ഉറപ്പായി. ഈ സ്ഥലത്തിന് പിടിക്കാൻ ഭയങ്കര പാടായിരിക്കുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ്. ഇത് നോക്കി നോക്കി അടിക്കണം അല്ലേ തുമ്പീന? ഓക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി. നമുക്കൊരു സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കാം. സ്ലിംഗ് ഷോട്ട് എന്തൊക്കെ വേണം അതും കൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ. കാരണം ഇതിനടിക്കുമ്പോൾ ഹെൽത്ത് പെട്ടെന്ന് കുറയുന്നുണ്ട്. അപ്പോൾ സ്ലിംഗ് ഷോട്ടിന് ഫൈബർ ഹൈഡ് വുഡ് ഇത്ര മതി. ഓക്കെ നമുക്കെല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ ഇതിനിപ്പോൾ എന്തൊക്കെ വേണം. ഫൈബറിൽ ഹൈഡില്ല വുഡില്ല. അടിപൊളി. ഇപ്പം ഇതിനകത്ത് ഹൈഡ് ഉണ്ടാവണം. ഓക്കെ ഹൈഡുണ്ട്, ഫൈബർ ഉണ്ട്, വുഡ് ഉണ്ടാവും ഇവിടെ. ഓക്കെ ഗൈസ് ഇവിടെ നിന്ന് വുഡ് എടുക്കാം. കുറച്ച് സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കി വെക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എന്തൊക്കെ പഠിച്ച്? മറ്റേ ഡൈനോ റെസിസ്റ്റൻസ് കൂട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ച്. പിന്നെ ഇതേപോലെ വായ്ത്താളം ഭയങ്കരമായിട്ട് അടിക്കരുത് നമ്മൾ. ഞാൻ കുറച്ചധികം വായ്ത്താളം കുടിക്കും. കുഴപ്പമില്ല, നമുക്കിവിടെ വേറെ സ്പോണാവും. അപ്പോൾ നോക്കാം. ഗൈസ് ദേ വന്നല്ലോ തുമ്പി. ഫീമെയിൽ ആയിരിക്കണേ. എടാ അത് മെയിലാണ്ടോ? ശരി മെയിലാ ഗൈസ്. ഇത് ഫീമെയിൽ അല്ലേ? ഇത് കാണുന്നില്ല. ഇത് എന്താ ഇത്? ഫീമെയിൽ, വൈൽഡ് ഫീമെയിൽ. യെസ് ഗൈസ് കിട്ടിപ്പോയി വൈൽഡ് ഫീമെയിൽ. ലെറ്റ്സ് ഗോ. ഇവന്മാരവിടെ വേറെ അറ്റാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെവൽ ഞാൻ നോക്കട്ടെ. വേറെ തുമ്പി 75 ലെവലുണ്ട്. വൈൽഡ് ഫീമെയിലാ. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇവന്മാരൊന്ന് തീർക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് വേഗം. അപ്പോൾ ഇതിന്ന് മറ്റേ അമ്പുമ്പിലെടുക്കാനും പറ്റില്ലല്ലേ. ഈ സാധനത്തിനൊക്കെ ഒന്ന് തീർക്കട്ടെ ഞാൻ. അപ്പോൾ ഇതിനൊക്കെ തീർത്ത് കഴിഞ്ഞാൽ കുറച്ച് സുഖമാണ്. സാധനത്തിനൊക്കെ തീർത്ത് ഓക്കെ ഒരെണ്ണം തീർന്ന്. ഇനി നെക്സ്റ്റ് ഇനി ഇവൻ കാർണോ തീർന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അയ്യോ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നേരെ പറന്നു പോവാം. ഇതിനകത്ത് ഞാൻ മണ്ടത്തരം കാണിക്കില്ല, അത് ഉറപ്പാണത്. ഇതിനകത്ത് എന്തായാലും ഞാൻ മണ്ടത്തരം കാണിക്കില്ല ഗൈസ്, കൺഫേം ആണത്. ഞാൻ നോക്കി അടിക്കുള്ളൂ ഈ സാധനത്തിന് എന്തായാലും. ഒരു പ്രാവശ്യം ഞാൻ അമ്പുമ്പിൽ വിടും, എന്നിട്ട് ഞാൻ ഹെൽത്ത് നോക്കും. പിന്നെ ഞാൻ അമ്പുമ്പിൽ വിടും, എന്നിട്ട് ഞാൻ ഹെൽത്ത് നോക്കും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ട്രാപ്പിലോട്ട്. ഇത് അറ്റംപ്റ്റ് 3 ആണ് അല്ലേ? 3ാമത്തെ ഇത്? അതെ യെസ് 3ാമത്തെയാണിത്. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നു. നമ്മൾ നേരെ ഡോർ അടക്കുന്നു. ക്ലോസ്. അതിനുശേഷം നമ്മൾ ആർജനമേത്ത് കയറുന്നു. വീണ്ടും നമ്മൾ പറന്നു പോകുന്നു. യെസ് ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഈ സാധനത്തിന് ട്രാപ്പാക്കിയിട്ടുണ്ട്. ഇത്തവണ അടിച്ചിടണം. അപ്പോൾ ഓക്കെ ഞാൻ നമ്മുടെ ഡൈനോ ഡാമേജ് ഒക്കെ ഒന്ന് കുറക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ വരാം. ഡൈനോ ഡാമേജ് കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചിട്ട് വരാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് നോക്കണം ഹെൽത്ത് എന്തോരം കുറേന്ന് നോക്കണം. അപ്പോൾ ആദ്യത്തെ അടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെൽത്ത് നോക്കാം എന്തോരായെന്ന്. ഞാൻ ഇനി നോക്കി അടിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഹെൽത്ത്
5400. ഇതെന്താ ഹെൽത്ത് പോണില്ല ഇതിൻ്റെ? അതെന്താ ഇത്? ആഹാ, അതെന്നെ മറ്റേ മഞ്ഞത്തുള്ളിയൊക്കെ വിടുന്നുണ്ട്. പക്ഷെ മഞ്ഞത്തുള്ളിയൊന്നും വിട്ടിട്ട് കാര്യമില്ല മോനെ, ഞാൻ കുറച്ച് സീനാന്ന്. ഓക്കെ, അതെന്നെ കുളിപ്പിക്കുന്ന. ഓക്കെ, ഹെൽത്ത് കുറയുന്നുണ്ട്. എടാ ഇതെന്താ വീണ്ടും ഹെൽത്ത് തീർന്നാ? ഓ, ഹെൽത്ത് മറ്റേ സാധനം കൂട്ടിയിട്ടേക്കുന്ന. ഷോ, അത് ഞാൻ കുറക്കട്ടെ. ഇപ്പോഴാണ് ഓർത്തത് ഹെൽത്തിൻ്റെ സാധനം കൂട്ടിയിട്ടേക്കുന്ന, മറന്നുപോയി. അത് ഞാൻ ഒന്ന് കുറക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്ത് എല്ലാം കുറച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് സ്റ്റോണും കൂടെ കുത്തിയെടുക്കട്ടെ, കാരണം പിന്നീട് നമുക്ക് സ്റ്റോൺ വെച്ച് അടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോൺ കൂടെ കുത്തിയെടുത്തിട്ടുണ്ട്. ഒരു 100 പറ്റുമെങ്കിൽ എടുക്കാം. ഓക്കെ, 58, 78. ഓക്കെ, നമ്മൾ അത്യാവശ്യം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടിച്ചു തുടങ്ങാം. ഭാഗ്യം അത് പറന്നു പോകുന്നില്ല, രക്ഷപ്പെട്ട്. പറന്നു പോയില്ലെങ്കിൽ പണി കിട്ടും. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഗ്യാപ്പ് വഴി പോവില്ലെന്നൊരു പേടി ഉണ്ടായിരുന്നു. ഭാഗ്യം അത് പോകുന്നില്ല. അപ്പോൾ കൊട്ടുകട്ടെ, ഇനി നോക്കിട്ടോ കൊടുക്കട്ടെ. അതിന് കൊള്ളുന്നില്ല, കുറച്ചുകൂടെ അടുത്തോട്ട് കൊടുക്കുക. ഇതിപ്പോൾ എന്നെ കുളിപ്പിക്കുമ്പോൾ തന്നെ ദിവൻ 1. ഓക്കെ, ഒരെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 രണ്ടെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 കൊടുത്തപ്പോൾ നമ്മുടെ ഹെൽത്ത് എന്തോരാ നോക്കട്ടെ. ആളുടെ 4600 ആയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു 3 അടി കൊടുക്കുക. 1 ഇതന്നെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മറ്റേ മഞ്ഞത്തുള്ളിയിൽ. 2 ഒരെണ്ണം കൂടെ 3. ഓക്കെ, നമ്മൾ വീണ്ടും ഒരു 3 കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഹെൽത്ത് എന്തോരാ നോക്കട്ടെ. 3000. ഇനി ഒരു 4 കൊടുക്കാം. 1. ഓക്കെ, രണ്ടാമത്തിലൂടായി. 2 ഇതാ അവിടെ മറ്റേ മഞ്ഞത്തുള്ളി ആയ കേട്ടോ കുറേ. 3. ഇപ്രാവശ്യം ഒന്നും ചത്തു പോവല്ലേ. ഇപ്രാവശ്യം കറക്റ്റായിട്ട് നടന്നാൽ രക്ഷപ്പെട്ട്. ഇതിനെ പിടിക്കാൻ നല്ല ഈ കൊണ്ടഞ്ഞതാണ് കുറച്ച് ടാസ്ക്. 2700 ആയി കേട്ടോ. അപ്പോൾ ഇനി ഒരു 2 അടി കൂടെ അടിക്കുക. 2 അടി 3 അടി അടിക്കാനുള്ള ഉണ്ടാവും. ഇതാ അവിടെ പോയി നിൽക്കുന്ന. 1, 2. 2 പോരെ. 2 അടിക്കാം. ആവേശം എനിക്ക് കുറച്ച് കൂടുതലാണ്, അത് വേണ്ട. 2100 ആയിട്ടുണ്ട്. വീണ്ടും ഒരു 2 അടിക്കാം. 1, 2. ഓക്കെ, ഞാൻ വീണ്ടും ഒരു 2 അടിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടെ കൊടുത്താലേ വേണ്ട, ആവശ്യം വേണ്ട. 1600 ആയി ഗൈസ്. ഇനിയിപ്പോൾ ഓരോന്ന് അടിക്കാൻ കേട്ടോ. 1600. ഓക്കെ, ഒരെണ്ണം ഞാൻ തലക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തോ ഒരു ഹെൽത്തായി നോക്കട്ടെ. ഇതെന്താ 100 ഹെൽത്ത് ആക്കണം അതിൻ്റെ. 1300 ആയി. അപ്പോൾ 300 വെച്ചിട്ടാണ് ഡാമേജ് കിട്ടുന്നല്ലേ. ഓക്കെ, ഐ സി. അപ്പോൾ ഇപ്പോൾ ഒരു 300 ഇത് 1000 തൊട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 900 തൊട്ടുണ്ടാവും മിക്കവാറും അല്ലേ. നോക്കട്ടെ. 900 ഇപ്പോൾ ഒരു 600 ആയിട്ടുണ്ടാവും. 817. ഓക്കെ, ഇപ്പോൾ ഒരടിയും കൂടെ നമുക്ക് കൊടുത്തു നോക്കാം. 1. ഓക്കെ ഗൈസ്, നമ്മൾ ഒരടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നാ മറ്റേ വെള്ളത്തിൽ കുളിപ്പിക്കുന്ന 500 ആയി. ഇനി നമുക്ക് സ്ലിംഗ് ഷോട്ടിന് അടിക്കാം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, 1, 2. ഓക്കെ, 2 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഹെൽത്ത് നോക്കട്ടെ. 100 എന്തോ ഇതിൻ്റെ ഹെൽത്ത് ആക്കണം. ഇത് അടി പോകുന്നില്ല ഇത്. ഓക്കെ ഗേസ്, അപ്പോൾ ഞാനൊന്ന് ഹെൽത്ത് വേഗം ഇച്ചിരി ഒന്ന് കുറക്കട്ടെ. എൻ്റെ മേത്ത് മറ്റേ മഞ്ഞത്തുള്ളി കുറേ ഇടുന്നുണ്ട്, പക്ഷെ ഇതിലൊന്നും ഞാൻ തളരില്ല. ഞാൻ ഇമ്മോർട്ടലാണ്. മൂളിൽ പോയി നിൽക്കുന്ന കൊള്ളുന്നുണ്ട്. ഭാഗ്യം. ഹെൽത്ത് നോക്കട്ടെ. 493. ഇതിപ്പോൾ ഹെൽത്ത് ഭയങ്കര കുറവാണ് കേട്ടോ ഉറങ്ങുന്ന. ഇത് കണ്ടോണ്ട് നമുക്ക് നമ്മുടെ ഫെർമോൺ ഫീഡ് ചെയ്യിപ്പിക്കാം ട്രൈക്കിനെ. ഓക്കെ ഗേസ്, അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഹെൽത്ത് ഒന്ന് വേഗം 100 ആക്കിയിട്ട് വരാം. ഇത് മറ്റേ 50 വെച്ചിട്ട് ഇറങ്ങണേ തോന്നണം കേട്ടോ. ഹെൽത്ത് 50 തോന്നുന്നു. നോക്കട്ടെ. 426. ഒരടി അടിച്ചിട്ട് എന്തോരം വെച്ചാൽ ഹെൽത്ത് അറിയാൻ നോക്കട്ടെ. ഓക്കെ, 426 നേരത്തെ. ഇത് ഞാൻ ഫുള്ള് കട്ടാക്കാണ്ട് മിക്കാറും ഇടും കേട്ടോ. 414. അപ്പം 26, 14, 15 വെച്ച് എന്താടാ കുറങ്ങുന്ന. 1, 2, 3, 4, 5, 6. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു 6 കൊടുത്തിട്ടുണ്ട്. എന്തോരായി? 321. ഇനിയും ഒരു 6 കൊടുക്കാം. അല്ല, 5 കൊടുക്കാം. 1, 2, 3. തിരിഞ്ഞു പോകുന്നു. എന്നാൽ പിന്നെ നമുക്ക് അടിക്കണ്ടേ കേട്ടോ. അവൻ തിരിഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പേടി. ഹെൽത്ത് 274 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 2-3 കൊടുത്താൽ മതി. 1. അശോ, അത് പോകുന്ന പറന്ന്. 1, 2. ബഗ്ഗായിട്ടൊന്നും പോവാണ്ടിരുന്നാൽ മതി. എനിക്ക് അതാണൊരു പേടി, പറയാൻ പറ്റൂല. അശോ, അതെന്നാ പോയി ചത്താ? ഇല്ലില്ല, ഭാഗ്യം. ഞാൻ ചത്തന്ന്. നീ ഒന്നും ചാവല്ലേ. 228. ഇത് നമുക്ക് ലെവല് അല്ല ഹെൽത്ത് ഇതൊരു 10 ആക്കണം ഇതിൻ്റെ. അങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഇതന്നെ കുളിപ്പിക്കുന്ന മറ്റേ സാധനത്തിനകത്ത്.
നമ്മളെ നമ്മളെ പ്ലെയർ റെസിസ്റ്റൻസ് കുറച്ചിട്ടത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തോരായി നോക്കട്ടെ. 133 ഗൈസ്. ഇനി നമുക്ക് 1 2. ഓക്കെ, ഞാൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ കൊടുക്കാം. എന്തായാലും ചാവാൻ പോണില്ല, കാരണം പയ്യെ ഇറങ്ങുള്ളൂ അതിൻ്റെ ഹെൽത്ത്. പിന്നെ എന്തോരായി നോക്കട്ടെ. പയ്യെ നോക്കി ചെയ്യണമല്ലോ, ഇത് ഭയങ്കര സീനാന്ന്. ഇനി ഒരെണ്ണം കൊടുക്കാം. 80 ആയി. 1 ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. 69 ഗൈസ്. 1. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രൈക്കിന് ഇവിടെ ഇടാം. എന്നിട്ട് അതിൻ്റെ മറ്റേ ഫെർമോൺ ഫീഡ് ചെയ്യിക്കണം. എനിക്ക് ഓക്കെ, ട്രൈക്കിന് ഇവിടെ ഇട്ടു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫെർമോൺ ഫീഡ് ചെയ്യിക്കുന്നു. ട്രാൻസ്ഫർ, കൺസ്യൂം. ഓക്കെ, അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനം എന്തോ കുത്തും, എന്തോ സാധനം തിടും, അങ്ങനെ എന്താണ്ടാണ്. പാസീവ് അല്ലേ? പാസീവ്. ഓക്കെ, ഇതെന്താ കുത്താത്ത? അയ്യോ, ഡൈനോ ഡാമേജ്. ഏട്ടാ, ഞാൻ എന്തൊക്കെ മണ്ടത്തര കാണിക്കല് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെ വർക്കാവും? ഇനി ഇത് ബാക്ക് അടിച്ചുമ്പോഴേക്ക് പിന്നെ അടിക്കേണ്ടി വരൂലേ? ഞാൻ ഡൈനോ ഡാമേജ് കുറച്ചിട്ടേക്കുന്ന. എൻ്റെ ഹെൽത്ത് എന്തോരായി നോക്കട്ടെ. 91 ആയി. ഞാനൊന്ന് ഹെൽത്ത് കുറച്ച് നോക്കട്ടെ. ചിലപ്പോൾ ശരിയാവും. പിന്നെ അടിക്കണ്ട, നോക്കിയിട്ട് അടിക്കാം. ഹെൽത്ത് എന്തോരായി ഇതിൻ്റെ? 80 ആയി ഹെൽത്ത്. കുറച്ചുകൂടെ ഒന്ന് കുറക്കാം. 10 ആക്കണം നമ്മൾ ഹെൽത്ത്. ഇതിൻ്റെ കുറവിടെ കൊടുക്കാം. അതാ തിരിഞ്ഞു പോകുന്നത്, പറന്നു പോകുന്ന ഗൈസ്. അപ്പോൾ ഇത് അങ്ങനെയല്ല തോന്നുന്നു കേട്ടോ. 67 ആയി ഹെൽത്ത്. ഞാൻ ഇപ്പോൾ ഡൈനോ ഡാമേജ് ഒന്ന് കുറച്ചിട്ട് വന്നാലാ? ഓക്കെ ഗൈസ്, ഞാൻ ഡൈനോ ഡാമേജ് കുറക്കണോ? എനിക്ക് പേടിയാവുന്ന. വേണ്ട, ഇത്ര നമ്മൾ കഷ്ടപ്പെട്ടല്ലേ. എന്തൊരു ഉണ്ടെന്തോ അതിൻ്റെ ഉള്ളിൽ ഇടും. ഈ സാധനം റൈനോ സാധനം ഇല്ലേ, ഈ തുമ്പി ഉണ്ടെന്തോ നമ്മുടെ ട്രൈക്കിനുള്ളിൽ എന്തോ ഇടും. അങ്ങനെ എന്താണ് ആ പരിപാടി? അശോ, എൻ്റെ ഈ സാധനം പൊട്ടിപ്പോയി. ഭാഗ്യം ഉണ്ട് കേട്ടോ, വേറെ ഒന്ന് രക്ഷപ്പെട്ട്. അതെന്താ അത് മഞ്ഞ? അതാ ഇൻക്യുബേഷൻ റിമെയിൻ. അതെന്തോ സാധനമായി. അപ്പോൾ നമുക്കിനി തുമ്പിനെ വേണ്ടേ ഗൈസ്? നോക്ക്, ഇൻക്യുബേഷൻ. ഇതെന്താ ഇത്? റൈഡ് ചെയ്ത് നോക്കാട്ടെ ഇതിനാ. ഓപ്പൺ, ക്ലോസ് ചെയ്യാം. ക്ലോസ്. ഓക്കെ, ഞാൻ അപ്പോൾ ഇതിനെ റൈഡാക്കിയിട്ടുണ്ട്. ഇതെന്തോ സാധനം ഇൻക്യുബേഷൻ എന്നൊക്കെ പറഞ്ഞു വന്ന്. അപ്പോൾ ആ തുമ്പിയായി. അതേ ഗൈസ്, തുമ്പി ആയത് തോന്നട്ടാ. ഓക്കെ, നമുക്കിത് തുറക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെക്കും ഇവനെ. ഇത് ഞാൻ ഓൾറെഡി പണിത് വെച്ചതാണ്, നമ്മുടെ ട്രൈക്കിന് വേണ്ടി മാത്രം. ഓക്കെ, ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ആർജൻ ഒന്ന് വേഗം എടുത്ത് കൊണ്ടുവരട്ടെ എങ്ങാട്ടേക്ക്. ദാ തുമ്പി ആവാറായി. യെസ്, ക്രേവിങ്സ്. അതെന്താ സാധനമോ? എന്തൊരു സാധനം വന്നേക്കുന്ന. ഓക്കെ, ഇനി നമ്മൾ മറ്റേ സാധനം ഇട്ട് കൊടുക്കണം, ഫുഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അയ്യോ, എൻ്റെ ഇതെന്തേ? ഓക്കെ, കിട്ടിപ്പോയി. ഇതിന് വെച്ചിട്ട് നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കണം കുറച്ചധികം. ഓടാ, അവൻ എന്നെ തുപ്പുന്ന. ഞാനും എൻ്റെ പിള്ളേരും സ്ട്രോങ് ആണ്. ഇതെന്താ ഗൈസ്? അപ്പോൾ പുല്ല് ചെത്തൂല? പുല്ല് എത്തണോ? അയ്യോ, ഇത് പുല്ല് ചെത്തൂല കേട്ടോ. എടാ, നമ്മൾ വീണ്ടും സൂമ്പി. ഇതെന്താ ഇത് മഞ്ഞത്ത് നിൽക്കുന്ന? അശോ ഗൈസ്, ഞാനേ വേഗം ആർജനം കൊണ്ട് പോയിട്ട് നമ്മുടെ ഫുഡ് കളക്റ്റാക്കാൻ പറ്റിയ ആരിലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ ഞാൻ പോയിട്ട്. മിക്കവാറും ഈ സാധനം ഇപ്പോൾ ചാവും കേട്ടോ നമ്മുടെ ഇവൻ. ഭാഗ്യം, രക്ഷപ്പെട്ടറാ, കിട്ടിപ്പോയി. ഫുഡ് എന്ത് ഇട്ട് കൊടുക്കണം? പക്ഷേ ഇവൻ ഫുഡ് കളക്റ്റാക്കുമല്ലോ ശരിക്കും. ഫുഡ് കളക്റ്റാക്കണം, ഇങ്ങനെയല്ല, മാറിപ്പോയി. ഫുഡ് കളക്റ്റാക്കേണ്ടത് നമ്മൾ ഇങ്ങനെയാണ്. ഫ്രണ്ടിലോട്ട് സ്വൈപ്പ് ചെയ്യണം നമ്മൾ. ഇതാ, യെസ്, കിട്ടിപ്പോയി. ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് കളക്റ്റാക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ ഫുഡ് കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ ട്രൈക്കിന് ഇട്ട് കൊടുക്കുക. അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ വെയിറ്റ് കൂട്ടുക, ഫുഡൊക്കെ എടുത്തിട്ട് നമ്മുടെ ട്രൈക്കിന് ഇട്ട് കൊടുക്കട്ടെ ഞാൻ കൊണ്ടുപോയിട്ട്. ഗൈസ്, നമുക്കുണ്ടല്ലോ ഈ തുമ്പിയില്ലേ, തുമ്പി, ഇത് നമുക്ക് വീണ്ടും ഇതാക്കാൻ പറ്റുമോ? അതായത് മനസ്സിലായില്ലേ, നമുക്ക് ഈ തുമ്പിനെ വെച്ച് തന്നെ പിന്നെ ടൈമാക്കാൻ പറ്റുമോ? അതറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. നമുക്കപ്പോൾ ഫുഡ്, ഇതെന്താ ക്രേവിങ്സ്, 50 മണിക്കൂർ എടുക്കുമോ? 50 മിനിറ്റ് എടുക്കുമോ? അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്രൈക്കിന്. ഫുഡ് പെട്ടെന്ന് കുറയുന്ന ഗൈസ്. അതെന്താ ഫുഡ് വേഗം കുറയുന്നത് ഇതിൻ്റെ? അയ്യോ, അപ്പം ഞാൻ എന്ത് ചെയ്യും ഗൈസ്? ഞാൻ പോയിട്ടേ നമ്മുടെ ഇവനെടുത്ത് വരേണ്ടി വരും മിക്കവാറും.
അപ്പം ഞാൻ പോയിട്ട് വേഗം നമ്മുടെ ഇവനെടുത്തോണ്ട് വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ കൊണ്ടിട്ട് കുറേ മീറ്റ് ഇട്ട് കൊടുക്കണം. മീറ്റല്ല മറ്റേ തിന്നാനായിട്ട് അതെന്താ ഫൈബറും മറ്റേ ഫൈബർ അല്ലേ ബെറീസ് ഇട്ട് കൊടുക്കണം. കാസ്വേഡ്സ് വന്നു. കാസ്വേഡ്സ് കണ്ടമാനം കളക്റ്റാക്കും കേട്ടോ. സൂപ്പറാണ് ഇവൻ. പെട്ടെന്ന് കളക്റ്റാക്കാൻ പറ്റും ബെറീസൊക്കെ. ഇപ്പോൾ നോക്കിക്കോട്ടെ, കണ്ടില്ലേ സൂപ്പറായിട്ട് കളക്റ്റാക്കും ആള്. ഇവൻ്റെ നിന്ന് ബെറീസ് എല്ലാം എടുത്ത് നമുക്ക് നമ്മുടെ ട്രൈക്കിന് ഇട്ട് കൊടുക്കുക. ഇവിടെ ബെറീസ് ഇതെല്ലാം ഒന്ന് എടുക്കട്ടെ ഞാൻ. ഓക്കെ, ബെറീസ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈക്കിന് എങ്ങനെ സംഭവം ഇത്? ഇപ്പം ഫുഡ് മൊത്തത്തിൽ ഗൈസ് ഹെൽത്ത് കുറയുന്ന ഇതാ 9000 ഇതിൻ്റെ ഹെൽത്ത്. ഇവിടെ ഫുഡ് പെട്ടെന്ന് തീരുന്നുണ്ടല്ല. അമ്പോ ഗൈസ്, ഞാനേ ഫുഡ് കുറച്ചധികം അയ്യോ ഇതെന്താ ഇത്? എനിക്കറിയാം അവനെ അടിച്ച് കൊല്ലും ഈ സാധനത്തിനാ, നമ്മുടെ തുമ്പിന. ഒരു സമാധാനമൊന്നുമില്ല ഇവന്. ഗൈസ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫുള്ള് നമ്മുടെ ബെറീസ് മൊത്തം കളക്ട് ആക്കട്ടെ. അത് പെട്ടെന്ന് കഴിച്ച് ബെറീസൊക്കെ. ഇത് ഇമ്മാതിരി തീറ്റതൊന്നും ഞാൻ അറിഞ്ഞ. ഞാൻ വിചാരിച്ച് കുറച്ചധികം കഴിക്കുള്ളൂ എന്ന് എൻ്റെ വിചാരം. ഓക്കെ, ബെറീസ് മൊത്തം ട്രാൻസ്ഫർ ചെയ്തു. ഇത് കൊണ്ടിട്ട് നമ്മൾ ട്രൈക്കിനിട്ട് കൊടുക്കുന്നു. ട്രൈക്ക് എന്ത് തീറ്റ തിന്നുന്ന ഗൈസ്? ഈ തുമ്പിനെ ഞാൻ ഇവിടുന്ന് മാറ്റുന്നില്ല. നമുക്ക് പിന്നെയും ടൈമാക്കാൻ നോക്കിയാലാ? ടൈമാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡ് മൊത്തം തിന്നു, നീ ഫുള്ള് തിന്നട്ടോ, നല്ലോണം തിന്നി. ഇപ്പം എന്തോരം മിനിറ്റ് ഉണ്ട് ഇനി ഇതാവാനായിട്ട്? ഇനി നമുക്ക് 40 സംതിങ് മിനിറ്റ് ഉണ്ട്. ട്രൈക്ക് ഹാവ് ക്രേവിങ് ഇൻ 2 ഇതെന്താ ഗൈസ്? ട്രൈക്ക് ഹാവ് ക്രേവിങ് എന്ന് വെച്ചാൽ അയ്യോ ഫുഡ് തീർന്നു പോന്നാ. ഞാൻ പോയിട്ട് ഫുഡ് ഇട്ട് കൊടുക്കട്ടെ. ഇത് നമ്മൾ വീണ്ടും കാസ്വേഡ്സിന് എടുക്കുന്നു, ഫുഡ് കളക്ട് ആക്കുന്നു, ഇട്ട് കൊടുക്കുന്നു. ഇത് തന്നെ പരിപാടി. അയ്യോ ആർജനെ കൊണ്ടുവരായിരുന്നല്ലേ, മറന്നു ഞാൻ ആർജനെ കൊണ്ടുവരാൻ. കുഴപ്പമില്ല, ഇവിടെ നിന്ന് എല്ലാം കളക്ട് ആക്കട്ടെ. കണ്ട ഈ നമ്മുടെ ഈ സാധനം ഫുഡ് കളക്ട് ആക്കുന്ന നോക്ക് പെട്ടെന്ന്. വേറെ വേറെ ജീവികളൊക്കെ വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. മാമത്തിനെ കൊണ്ടുവന്ന പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഈ ഫുഡിനല്ല ഇത് സ്പീഡ് കുറവാണ്. അപ്പം പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, മനസ്സിലായില്ലേ? പെട്ടെന്ന് ഓടി എല്ലായിടത്തും പോയി ഈ കാസ്വേഡ്സ് ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. മാമത്തിന് അത്ര സ്പീഡില്ല, അതാണ് വേറൊരു പ്രശ്നം. അതാ ഫുഡ് തീർന്നാ ഗൈസ്. ഇതെന്താ ഇതെന്താ ഹെൽത്ത് ഇത്ര പെട്ടെന്ന് പറയുന്നത്? ഇതിൻ്റെ ഫുഡ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ടല്ല. ഇനി ഫുഡ് കണ്ട ചത്തു പോകും അത്. അടുത്ത് എന്തൊക്കെയൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഫുഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് കുറയും നോക്ക്. ഇതെന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും ഇതെന്തോ ക്രേവിങ്സ് എന്നൊക്കെ എന്തോ പറഞ്ഞ് വരുന്നുണ്ട്. നോക്കട്ടെ എന്താ സാധനമൊന്ന്. 50 സെക്കൻഡ് കഴിയുമ്പോഴേക്കും എന്തോ ക്രേവിങ്സ് ആവുന്നാ പറയുന്ന. ഇനിയിപ്പോൾ ഫുഡ് ഇട്ടാണ്ട് എൻ്റെ ഹെൽത്ത് കുറയും. ട്രൈക്കിനെ പെട്ടെന്ന് ഹെൽത്ത് കുറയും ഇല്ലേ? നോക്കാം. ഫുഡ് ഇപ്പം അത്യാവശ്യം കുറേ ഫുഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ട്രൈക്കിനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫുഡ് കുറഞ്ഞ് ഓക്കെ. അതനുസരിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ ആള്. ഫുഡ് കുറയുമ്പോൾ അതാ 20 കയറ്റുന്നുണ്ട് ആള്, കുഴപ്പമില്ല. പക്ഷെ ഫുഡ് എന്താ കയറ്റുന്നത്? ഓരോന്നും കയറ്റിലുണ്ട് ആള്. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ 25 സെക്കൻഡ് ആകുമ്പോൾ ട്രൈക്കിന് എന്തോ ക്രേവിങ്സ് വരുന്ന പറയുന്ന. നോക്കാം എന്തായാലും എന്താ സാധനം നോക്കട്ടെ. ഓക്കെ, 3, 2, 1. ഇതെന്താ സാധനം? ക്രേവിങ്സ്. ട്രൈക്ക് ക്രേവിങ് എലമെന്റാ? എലമെന്റ് ഒന്നും എൻ്റെ അടുത്തില്ല. അതൊക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാന്ന്? എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല. ഇപ്പോൾ ഉള്ളത് കഴിക്കുമോ? ഓക്കെ, നമുക്കപ്പോൾ കാസ്വേഡ്സിനെ കൊണ്ട് പോയിട്ട് വീണ്ടും കുറച്ചധികം ബെറീസ് കളക്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രൈക്കിൻ്റെ ഹെൽത്ത് നോക്കിയേ 90, 100 അടുത്തായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 20 സംതിങ് സെക്കൻഡാണ് കാണിക്കുന്ന. ഞാൻ പിന്നെ ഫുഡൊക്കെ വീണ്ടും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് ട്രൈക്കിന്. കണ്ടില്ലേ ഫുഡൊക്കെ പിന്നെ ഇട്ട് കൊടുത്ത് ലെവലപ്പോൾ ഒക്കെ വന്നിരിക്കുന്ന ട്രൈക്കിന്. ഓക്കെ, 10 സെക്കൻഡും കൂടെ. അത് കഴിയുമ്പോഴേക്കും എന്താണെന്ന് നോക്കണം. 40 ഹെൽത്തായി. 10 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ തുമ്പി കുഞ്ഞ് വരും, ചെറിയ തുമ്പി. ഇനിയിപ്പോൾ അതിന് നമ്മൾ മീറ്റൊക്കെ ഇട്ട് കൊടുക്കണം. ഓക്കെ, 3, 2, 1 ബാ. അതാ പൊട്ടി തുമ്പി. അയ്യോ ഇതെന്താ ഗൈസ്? എൻ്റെ തുമ്പി. അതാ തുമ്പിയുടെ കുഞ്ഞ്. ഇതിപ്പോൾ എങ്ങനെ ഇതാക്കല്? ഞാൻ ഇത് സാധനം പൊട്ടിച്ചതട്ടെ. ഡിമോളിഷ് ഗൈസ്. തുമ്പിയുടെ കുഞ്ഞ് വന്നേക്കുന്ന. ഇതെങ്ങനെ? ടാപ്പ് ടു ഇംപ്രിന്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ തുമ്പിയുടെ കുഞ്ഞിതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെന്താ മീറ്റ് ഇട്ട് കൊടുക്കണം തോന്നുന്ന. ഓക്കെ, ഞാൻ മീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം. നമ്മുടെ മീറ്റ് എടുത്ത് കഴിക്കട്ടെ. 1.5 മണിക്കൂർ കഴിയുമ്പോൾ കെയർ വേണമെന്നാ. അതെന്താ സാധനം? 1 കെയർ ഇൻ ഇത്രയും മിനിറ്റ്. 14 ലെവൽ കിട്ടി. ഞാൻ ലെവൽ ഇപ്പോഴാണ് നോക്കല്ലേ. നമുക്ക് 14 ലെവൽ കിട്ടി കേട്ടോ. മറ്റേതെന്തോ 60 ലെവലല്ല ആ തുമ്പി. അശോ, ഫോളോയിങ് ലെവൽ 105. തുമ്പിൻ്റെ സാഡിൽ നമുക്ക് റാഫ്റ്റ് ആക്കണം ഗൈസ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് പരിപാടി.
ഗൈസ് അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ തുമ്പിനെ കൊണ്ട് പോയാലാ? നമുക്ക് ക്രയോപ്പൊടി കയറ്റി കൊണ്ടുപോയി. ഇപ്പൊ ഇത്രയും ആയില്ലേ, കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു അല്ലേ? ഇപ്പൊ നോക്കിയ ഹെൽത്ത് ഒക്കെ 600 സംതിങ് ഹെൽത്തായി. മെച്ചുറേഷൻ, ഇതെന്താ മെച്ചുറേഷൻ? എന്താ ഇതെന്തൊക്കെ വരുന്നുണ്ട്? അത് ചിറകിട്ടടിക്കുന്ന തുമ്പി. ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ ക്രയോപ്പൊടിൽ ആക്കിയിട്ട് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് നമ്മുടെ ബേസിൽ കൊണ്ടുപോകാം. ബേസിൽ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ കേട്ടാ, ക്രയോപ്പൊടിലാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ക്രയോപ്പൊടിലാക്കാൻ പറ്റുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ ബേസിൽ പോയിട്ട് കാണാം. അപ്പോൾ ഇനി ഒരു വരവ് കൂടെ വരേണ്ടി വരും. നമുക്ക് ഇവന്മാരൊക്കെ ഒന്ന് എടുക്കാനുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ തുമ്പി ടൈമിങ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, വലിയൊരു നീണ്ട ഒരു ടൈമിംഗ് ആയിരുന്നു കേട്ടോ ഇത്. സത്യം പറയാലോ, നിങ്ങൾ കമൻസിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ടാസ്ക് ആയിരുന്നത്. ആ തുമ്പിനെ കൊണ്ടുവരുന്നതാണ് കുറച്ചുകൂടെ കൊണ്ടൊന്ന് നോക്കി അടിക്കണം നമ്മൾ. ഭയങ്കര സെറ്റായിരുന്നു, എന്നാലും കൊള്ളാം. പക്ഷെ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് അത്യാവശ്യം പാഴായിരുന്നു. കുഴപ്പമുണ്ടായില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ആ പിടിച്ചുള്ളിൽ കൊണ്ടുതന്നെ വരെ മാത്രമുള്ളൊരു പ്രശ്നം. അത് കഴിയുമ്പോൾ സെറ്റാണ്. ഓക്കെ, തുമ്പിനോട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തുമ്പിക്ക് ഇതാ വലുതായി വരുന്നുണ്ടല്ലോ ഇത് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ തുമ്പിക്ക് മീറ്റ് ഇട്ട് കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ചധികം മീറ്റ് ഹാർവെസ്റ്റ് ചെയ്ത് വരാം ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ചധികം മീറ്റ് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ തുമ്പിക്ക് ഇട്ട് കൊടുക്കാം. തുമ്പിയുടെ ഒരു വലിയ പേരാണ് റൈനോ. അത് മാത്രമേ കിട്ടുന്നുള്ളൂ. റൈനോ കാത്ത് അങ്ങനെ എന്താണ്ടാണ് തുമ്പിയുടെ പേര്. ഓക്കെ, ഫുഡ് മൊത്തത്തിൽ എടുക്കട്ടെ. എന്നിട്ട് മൊത്തം നമുക്ക് തുമ്പിക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ ഫെർമോണൊക്കെ ഇരിക്കുന്ന നമുക്കിനി ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ അത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുമ്പിക്ക് ഫുഡ് ഇട്ട് കൊടുക്കുക. ഇതെന്താ 30 ഈ സാധനം മൊത്തം ഫുള്ളാവണോ അല്ലേ? കുറെ ടൈം എടുക്കുമല്ലോ ഗൈസ്. അപ്പോൾ ഈ മറ്റേ മെച്ചുറേഷൻ ആ സാധനം ഫുള്ളാവാനായിട്ട് കുറെ ടൈം എടുക്കുമല്ലോ. ഇതിപ്പോൾ 31.6 ആയിട്ടുള്ളൂ. 31.7. അമ്പോ, ഇത് നല്ല ടൈം എടുക്കോട്ടാ ഗൈസ്. അപ്പോൾ നമുക്കിനി ഈ സാധനം നമ്മുടെ ഇതായിട്ട് വരാം. മീൻസ് ഫുൾ ഗ്രോത്ത് ആയിട്ട് വരാം. കൊള്ള എന്തായാലും സാധനത്തെ നോക്കി. തുമ്പിൻ്റെ കുഞ്ഞ് ഇതാണ് തുമ്പിൻ്റെ കുഞ്ഞ്. കൊള്ളാമല്ലേ സാധനം? ഇനിയിപ്പോൾ ഇതിനെ റൈഡാക്കണം. റൈഡാക്കാനായിട്ട് നമുക്ക് സാഡിൽ പണിയണ്ടേ? അതിന് സാഡിൽ സെർച്ച് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ലെവൽ 90 നമ്മുടെ സാഡിൽ അൺലോക്ക് ആവല്. പോളിമർ, അയ്യോ പോളിമർ കുറച്ച് പണിയാണല്ലോ. അല്ല, പോളിമർ തിന്നില്ല. നമ്മുടെ ഇവിടെ ഉണ്ട് പോളിമർ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ തുമ്പിൻ്റെ സാഡിൽ അങ്ങനെ പണിതിട്ടുണ്ട്. ക്രാഫ്റ്റ് 1, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ തുമ്പിയുടെ സാഡിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ മറ്റേ തുമ്പി ഒന്ന് വലുതായി കിട്ടിയാൽ മതി. അപ്പം അതിനി എന്തോരം ടൈം എടുക്കും? 1.5 മണിക്കൂർ, 1 മണിക്കൂറാണ് കാണിക്കുന്ന. ഇനിയിപ്പോൾ 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യണം. അശോ. ഓക്കെ, തുമ്പിൻ്റെ സാഡിലായി. ഇനിയിപ്പോൾ ഇത് നോക്കട്ടെ. ഇതിപ്പോൾ 34 ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് ടൈം ഉണ്ട് തോന്നുന്നുട്ടാ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇതൊക്കെ ഫുള്ളായിട്ട് വരാം ഗൈസ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ തുമ്പിയിൽ അതെന്തോ വാണ്ടി കയറുന്ന പറയുന്ന സാധനം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ എനിക്ക് അറിയില്ല. അപ്പോൾ അത് നോക്കാനായിട്ടാണ് ഞാൻ വീണ്ടും റെക്കോർഡർ ഓണാക്കിയത്. കുറേ നേരം കേട്ടോ, 1 മണിക്കൂറിനടുത്ത് എന്തോ ഞാൻ ഈ ഗെയിം ഓണാക്കി ഫോൺ ഓണാക്കി ഇങ്ങനെ നിന്ന്. അയ്യോ, ഫോണൊക്കെ ഹീറ്റായി നല്ലോണം. ഓക്കെ, നമുക്ക് ഇതാ ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫുഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെൽത്തും കയറുന്നുണ്ട്, ഒക്കെ സെറ്റാണ്. 1000 ഉണ്ട് കേട്ടോ വെയിറ്റ്. നല്ലൊരു കാര്യം. ലെവൽ 14 ഉള്ളൂ, അത് 1000 വെയിറ്റ് ഉണ്ട് ഗൈസ്. ഈ തുമ്പിക്ക് ഏതാ ശരിക്കും കൂട്ടേണ്ടത് അതെനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. ഞാനപ്പോൾ എന്തായാലും FPP ആക്കി വെക്കട്ടെ. സമയം ആവാറായിട്ടുണ്ട്. ഓക്കെ, 14 സെക്കൻഡ്. 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും എന്തോ വാണ്ട് കയറുന്ന പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് നോക്കാനിട്ടാണ് ഞാൻ വന്നത്. എന്താ സംഭവം എന്ന് അറിയണമല്ലോ. 3, 2, 1. ഓക്കെ, ഇതെന്താ? റൈനോ വാണ്ട്സ് ടു ഗോ വാക്ക് വിത്ത് യു. ഇതെങ്ങനെ ഈ സാധനം? നമ്മളപ്പോൾ നമ്മുടെ ഇങ്ങനെ വിളിക്കണോ? ഫോളോ 1 കൊടുത്തു നോക്കിയാലാ? ഓപ്ഷൻസ്. ഇതെങ്ങനെ ഇത് ഫോളോ 1 കൊടുക്കാൻ പറ്റില്ല? വിസിൽ, അതാ വിസിലുണ്ട്. നമുക്ക് ഇവനാ വിസിൽ ഫോളോ 1 കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒപ്പം വരും ഇത്? ഇല്ല ഗൈസ്, ഇത് വരുന്നില്ലല്ലോ. ഇത് എങ്ങനെയാ സംഭവം ഇത്? അപ്പം ഇത് തന്നെ ആയിക്കോളൂ? ഈ മെച്ചുറേഷൻ എന്ന് പറഞ്ഞ സാധനം തന്നെ ആയിക്കോളൂ? ഇതെങ്ങനെ ഇത് വരുന്നില്ല ഗൈസ്? ഇതിനെപ്പറ്റി അറിയാവുന്ന ആരും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. ഈ തുമ്പി നോക്ക്, നേരത്തെ ചെറിയ സാധനം വരുന്നില്ലേ? നോക്ക്, ഇത്ര വലുതായാലും ഇത്. കൊള്ള. മുഖം നോക്ക്, അതിൻ്റെ മുഖം കാണുന്നില്ലേ കേട്ടോ ഈ സാധനം ഫ്രണ്ടിൽ വന്നിട്ട്. അതാ ചിറകിട്ടടിക്കുന്ന. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഇത് ഫുള്ള് നമ്മുടെ മെച്ചുറേഷൻ അത് ഫുള്ളായിട്ട് വരാം. ഇപ്പം 56.4 ആയിട്ടുള്ളൂ. ഇത് നല്ല ടൈം എടുക്കും. കൊള്ള. എനിക്കിപ്പോൾ റൈഡ് ആക്കണം. അതാണ് എൻ്റെ നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഗൈസ്, ഇത് ഫുള്ള് മെച്ചുറായിട്ട് ഞാൻ വരാം. അപ്പോൾ ബൈ, ഫുള്ളായിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ തുമ്പിത 99.9% മെച്ചുറേഷൻ ആയിട്ടുണ്ട്.
കുറേ ടൈം എടുത്ത്. ഓക്കെ 100%. ഇനിയിപ്പോൾ എന്താവും ഇത്? 100% അല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാഡിലിടാൻ പറ്റുമോ? ഇല്ല ഗൈസ്, സാഡിലൊന്നും ഇടാൻ പറ്റുന്നില്ല. മെച്ചുവർ ഇനിയിപ്പോൾ ഇടാൻ പറ്റുമോ തോന്നട്ടാ. എൻ്റെ അമ്പോ സൈസ് നോക്ക്. നേരത്തെ എന്തോരം ഉണ്ടായിരുന്നാണ് ഈ സാധനം. ചോട്ട അതിൻ്റെ മറ്റേ മുകളിൽ കൂടെ നോക്കി, മറ്റേ കൊമ്പുകൾ സാധനം പോയേക്ക് നോക്കി. അമ്പോ കൊള്ളാലേ. നോക്കട്ടെ ഇനിയിപ്പോൾ സാലിടാൻ പറ്റുമോ? ഇപ്പോൾ സാലിടാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് നമ്മുടെ സാഡിലെടുത്ത് കൊണ്ടുവരട്ടെ. ലെറ്റ്സ് ഗോ. സാഡിൽ ഇവിടെ അല്ലേ ഉണ്ടായിരുന്നത്? ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മൾ നമ്മുടെ സാഡിൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുമ്പിനോണ്ട് പറക്കാം. എന്തോരം ടൈം എടുത്തെന്നറിയോ ഗൈസ്? അപ്പം ഈ സാധനത്തിന് ഇപ്പം നമുക്കൊരു മുട്ടായി അത് വിരിയാൻ തന്നെ ഒരുപാട് ടൈം എടുക്കുമല്ലേ. അമ്പോ നല്ല പാടാണപ്പ സത്യം പറഞ്ഞാൽ. ഓക്കെ നമ്മളപ്പോൾ നമ്മുടെ തുമ്പിക്ക് സാഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാഡിൽ നോക്കട്ടെ. അതാ ഇവിടെയുള്ള സാഡിൽ വരുന്ന ഉള്ള എന്തായാലും. ഇനിയിപ്പോൾ നമുക്ക് പറന്ന് നോക്കാൻ മുമ്പ് സൗണ്ട് നോക്കണം. ഈ തുമ്പീൻ്റെ സൗണ്ട്, പറക്കുമ്പോൾ സൗണ്ട്. അപ്പോൾ അതൊന്ന് സൗണ്ട് കൂട്ടട്ടെ ഞാൻ. ഓക്കെ സൗണ്ട് ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പറന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. റൈറ്റ് ഗൈസ്. അങ്ങനെ അമ്പോ ഇത് ഇത്രയും വലുതാളി സാധനം ഗൈസ്. അപ്പോൾ നമ്മുടെ തുമ്പി കളറൊക്കെ കൊള്ളാല്ലേ ഇവിടെ. കൊള്ളാം എന്തായാലും. ഇനിയിപ്പോൾ നമുക്ക് പറന്ന് നോക്കാം. ഇത് മറ്റേ ഹെലികോപ്റ്റർ പോണ കൂട്ട്. അമ്പോ ഗൈസ് അത് 4 തരം അറ്റാക്ക് ഉണ്ടല്ല. മുകളിലോട്ടുണ്ട്, ലെഫ്റ്റിലോട്ടുണ്ട്, റൈറ്റിലോട്ടുണ്ട്, താഴത്തോട്ടുണ്ട്. എല്ലാ സൈഡിലോട്ടും അറ്റാക്കുകളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മാറാം, വേറെ സ്ഥലത്തോട്ടൊന്ന് പോയി നോക്കാം. മറ്റേ ഹെലികോപ്റ്റർ കൂട്ട് പോകൂല, അങ്ങനത്തെ ഒരു സൗണ്ടാണ് ഈ തുമ്പിക്ക്. കൊള്ളാട്ട സാധനം എന്തായാലും. ഞാനൊന്ന് വെട്ടത്തോട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സെറ്റ് സാധനം. നമ്മൾ ഇത്രയും നാളും ഗൈസ് അടിയിലൊക്കെ എന്താ സാധനം ഇത്? അടിയിൽ 3 എണ്ണം, പിന്നെ 3 ഇത് കണ്ട അടിയില്, ലെഫ്റ്റിനകത്ത് റൈറ്റിനകത്ത് അടിയില്. പിന്നെ അതുപോലെ തന്നെ റൈറ്റിൽ നോക്കിയേ, മുകളിലോട്ട് താഴത്തോട്ട്. ഇതെന്താ അറ്റാക്ക്? മുകളിലോട്ട് ഒരു അറ്റാക്ക് ഉണ്ട് ഗൈസ്. ഞാൻ എല്ലാ അറ്റാക്കും നോക്കി, പക്ഷെ ഇതൊന്നും അതാ താഴത്തോട്ട് എന്തോ വരുന്നുണ്ട് കേട്ടാ. ഇതെന്താണാവോ ഗൈസ്? ഈ അറ്റാക്കൊക്കെ എന്താ വർക്കാവാത്ത? അപ്പൊ ഞാൻ മറ്റേ ഇതിനകത്ത് കാണിച്ചു തരാം. ഓക്കെ ഇതാ ഇതിനകത്ത്. അമ്പ നോക്ക് തുമ്പീന. ദൂരേക്ക് ആക്കാൻ പറ്റും. ഇത്രയും ദൂരം ആവുള്ളൂ. ഓക്കെ ഗൈസ് ഇത്രയും ദൂരം ആവുള്ളൂ കേട്ടോ. ഇതാ കൊള്ള സാധനം എന്തായാലും അല്ലേ. ലെറ്റ്സ് ഗോ. അശ്വിനിപ്പോ നമ്മൾ മറ്റേ ഇത് മാറ്റട്ടെ, വീണ്ടും ക്യാമറ സെറ്റ് ആകട്ടെ ഗൈസ്. ഇതെന്താ കുറെ അറ്റാക്കുകൾ ഉണ്ട് ഇതിനകത്ത്, പക്ഷെ ഇതെന്തൊന്നും വർക്കാവാത്ത കണ്ട്. ലെഫ്റ്റ് റൈറ്റ് എല്ലാ സൈഡിലോട്ട് അറ്റാക്കുകൾ ഉണ്ട്. ഇത് ആൽഫ റാപ്റ്റർ. അശു സ്റ്റാമിന കഴിഞ്ഞാ. ഇത് ആൽഫല്ലേ, സോറി. നടക്കുമ്പോ എന്തോ വലിയ ജീവി നടക്കുന്ന കൂട്ടുണ്ട് കേട്ടാ. കൊള്ളല്ല. വേറെ മറ്റേ കട്ടുകൊണ്ടോണ ജീവനുണ്ട്. ഇതാ പിന്നെ അറ്റാക്ക് സൗണ്ട് കേട്ടാ. അമ്പേ ഗൈസ്. അപ്പോ നമുക്ക് സ്റ്റാമിന കൂട്ടാം ആദ്യമേ. ലെറ്റ്സ് ഗോ. കൊള്ളാലെ സാധനം. ഇത് നടക്കുമ്പോ സൗണ്ട് കേട്ടോട്ടാ. എന്ത് വലിയ ജീവി ഇങ്ങനെ മറ്റേ ഞണ്ടൊക്കെ നടന്നോട്ട് പോലെ തോന്നല്ലേ. അതാ പോ നോക്ക്. കൊള്ള എന്തായാലും. അപ്പോ ഞാൻ എന്തായാലും താഴ്ത്തി വെക്കുമ്പോ ഒരു അറ്റാക്ക് ഉണ്ടല്ലേ, നോക്കട്ടെ. ഇതാ ഇതെന്താ? റൈറ്റിലോട്ട് അറ്റാക്ക് ഉണ്ട്. അതെന്താണെന്ന് അറിയില്ല. ലെഫ്റ്റിനകത്തും ഉണ്ട്, റൈറ്റിനകത്തോട്ടും ഉണ്ട്. റൈറ്റ് അറ്റാക്ക് വർക്കാവുന്നില്ല കേട്ടോ. ലെഫ്റ്റ് മാത്രമേ വർക്കാവലുള്ളൂ. ഇരിക്കുമ്പോ 2 അറ്റാക്കും, പറക്കുമ്പോ ഒരു 5-6 അറ്റാക്കും ഉണ്ട്. ഇതൊക്കെ തരം സാധനങ്ങളുണ്ട് ഇതിന്. ഓക്കെ നമുക്കിനി ഗൈസ് ഈ സാധനം വെള്ളത്തിൽ നീന്തോന്ന് പറഞ്ഞാർന്ന് ഈ തുമ്പി. വെള്ളത്തിൽ പോകുന്നില്ലല്ലോ. പക്ഷെ അതാ പോന്ന. ഓക്കെ നമുക്ക് വലിയ പുഴയിൽ പോയി നോക്കാട്ടാ. നമുക്ക് മറ്റേ പാമ്പുകളൊക്കെ പോവില്ലേ, വാലിങ്ങനെ ആട്ടിയാട്ടി, മുതലൊക്കെ പോവില്ലേ, അത് കൂട്ട്. കൊള്ള സാധനം എന്തായാലും. ഗൈസ് ഈ 4 അറ്റാക്ക് എന്താ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. അതാ ലെഫ്റ്റിലോട്ടുണ്ട്, റൈറ്റിലോട്ടുണ്ട്, മുകളിലോട്ടും താഴത്തോട്ടുണ്ട്. താഴത്തോട്ട് എനിക്ക് തോന്നുന്നേ കോരി എടുക്കണ സാധനം തോന്നുന്നുണ്ടാ. ഇതിനെ കോരാൻ പറ്റും നോക്കട്ടെ. കോരാൻ പറ്റുന്ന അതെന്തോ റെഡ് സാധനം. പോടാ. ഓക്കെ അതിനെ താഴെട്ടിട്ടുണ്ട്. പോരാൻ പറ്റുന്നുണ്ട്. സ്റ്റാമിന പെട്ടെന്ന് കഴിയലുണ്ടല്ലേ. ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാമിന എന്തായാലും കൂട്ടാൻ കേട്ടോ. ബ്രോണ്ടോനൊക്കെ പൊക്കാൻ പറ്റുമോ ഗൈസ് ഇത് വെച്ചിട്ട്? നോക്കാലോ. ഇപ്രാവശ്യം ഷോർട്സിൽ കുറെ കിട്ടും കേട്ടോ. ഷോർട്സിനകത്ത് ഇടാനായിട്ട് കുറെ സാധനങ്ങൾ കിട്ടും എനിക്ക് മിക്കവാറും. ഓക്കെ സ്റ്റാമിന ഒന്ന് ഫുൾ ആവട്ടെ. ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും എന്റെ സൗണ്ട് ഒന്ന് കുറക്കട്ടെ, എന്നിട്ട് വരാം. അല്ല വരാമൊന്നുമില്ല, സൗണ്ട് ജസ്റ്റ് കുറച്ച് നോക്കട്ടെ. ഒന്നാമതേ ഫോൺ നല്ലോണം ഇപ്പൊ ഹീറ്റ് ആയിട്ടുണ്ട്. എന്തോരം നേരം എടുത്തെന്നറിയോ. റൈറ്റിലോട്ട് അറ്റാക്ക് വർക്കാതെ, ലെഫ്റ്റിലോട്ടുള്ള അറ്റാക്ക് ഇതാ വർക്കാകുന്നുണ്ടാ.
എന്തോ എന്തോ സാധനം വിടുന്നു ഗൈസ്, അത് മേത്തുനിന്ന്. കൊള്ളാം എന്തായാലും. ഇനി നമുക്ക് ഓരോ ഡൈനോസിനെ പൊക്കി നോക്കാം. നമുക്ക് ആദ്യം ഇവനെ പൊക്കണം, മറ്റേ ബ്രോണ്ടോ ഇല്ല അതിനെ പൊക്കാം. കാറിനൊക്കെ പൊക്കാൻ പറ്റുമായിരിക്കും, കാരണം നമ്മളിപ്പോൾ ആ മെഗത്തേർത്തിനെ പൊക്കിയില്ലേ. അപ്പോൾ ഇതിനെ പൊക്കാൻ പറ്റുമായിരിക്കും, നോക്കട്ടെ. കരടീനെ പൊക്കിയെടുത്ത് ഞാൻ. ഓക്കെ, കരടീനെ താഴ്ത്തിട്ട് കാറിനെ പൊക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ, കാറിനെ പൊക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ. കടിക്കട്ടെ. മുകളിൽ നിന്ന് കടിക്കാൻ പറ്റില്ലല്ലേ എടാ. പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, നീ വെള്ളത്തിൽ പൊക്കോ. കൊള്ളാം, ഇതിനൊക്കെ പൊക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ബ്രോണ്ടോനെ മിക്കവാറും പറ്റും പൊക്കിയെടുക്കാനായിട്ടല്ലേ. അപ്പോൾ ഞാൻ നോക്കി നോക്കട്ടെ ബ്രോണ്ടോനെ. ഇത് അവിടെ ഒരു ഡ്രോപ്പ് വന്നേക്കുന്ന. ഇതെന്താ കളറ് കരടി ഗൈസ്. അപ്പോൾ നമുക്കിനി റെക്സിനെ പൊക്കാൻ പറ്റുമോ നോക്കിയാലാ. ഓക്കെ, അത് ഈ പെട്ടി എടുക്കട്ടെ, ഡ്രോപ്പ് എടുക്കട്ടെ. ഡ്രോപ്പിനകത്ത് എന്താ ഉള്ളത് നോക്കട്ടെ. അയ്യേ, ഇത് പാൻ്റ് എന്താണ്ടാണ്, ആവശ്യമില്ല. ഓക്കെ, നമ്മൾക്കിനി അങ്ങോട്ടേക്ക് പോകാം. മലേൻ്റെ ഭാഗത്ത് റെക്സുകളൊക്കെ ഉണ്ടാവും, നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റാമിന കഴിയുന്നുണ്ട് പെട്ടെന്ന് അല്ലേ. നമ്മുടെ ഡൈനോ റെസിസ്റ്റൻസ് ഒന്ന് സെറ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് കില്ലാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ലെവല്. ദാ ബ്രോണ്ടോ ഗൈസ്, നമുക്ക് ഈ ബ്രോണ്ടോനെ പൊക്കി നോക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ സ്റ്റാമിനൻ്റെ അല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് ചെയ്തിട്ട് വരാം, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഡൈനോ റെസിസ്റ്റൻസ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രോണ്ടോനെ പൊക്കാൻ പറ്റുമോ നോക്കാം. ലെറ്റ്സ് ഗോ. ബ്രോണ്ടോനെ പൊക്കാൻ പറ്റിക്കന്നെ സീനായിക്കോല്ലേ. ബ്രോണ്ടോന പൊക്ക്. അതാ റെക്സിനെ പൊക്കി. അമ്പോ ഗൈസ്, റെക്സിനൊക്കെ പൊക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അപ്പോൾ ബ്രോണ്ടോനെ പൊക്കാൻ പറ്റണമായിരിക്കുമല്ലോ. റെക്സ് ഇവിടെ നിന്നേ, ഞാൻ ആ ബ്രോണ്ടോനെ നോക്കട്ടെ. ബ്രോണ്ടോ എടാ, ബ്രോണ്ടോനെ പറ്റുന്നില്ല കേട്ടോ. ഇല്ല ഗൈസ്, ബ്രോണ്ടോനെ പറ്റുന്നില്ല. ഇതിനെ പൊക്കാൻ പറ്റുമോ? ആ, ഇതിനെ പൊക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഈ ബ്രോണ്ടോനെ മാത്രം പൊക്കാൻ പറ്റൂലല്ലേ, ബാക്കി അക്കത്തിനെ നല്ലോണം പൊക്കാൻ പറ്റുന്നുണ്ട്. ബ്രോണ്ടോനെ പറ്റുന്നില്ല. പിന്നെ സ്റ്റാമിന പെട്ടെന്ന് കഴിയലുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് തീർത്തിട്ട് സ്റ്റാമിന ഒന്ന് ഫുള്ളാക്കട്ടെ. പോടാ. ഓക്കെ, അതങ്ങനെ തീർന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ആ വെട്ടുന്ന് നോക്കത് ഗൈസ്, സാധനം വെട്ടുന്ന് നോക്കിക്കോട്ടാ കൈ വെച്ചിട്ട്. അയ്യോ, സ്റ്റാമിന കഴിഞ്ഞടാ. കഴിച്ച് വെട്ടുന്ന് നോക്കിയേ, കണ്ടാ ഉള്ള കഴിച്ചിങ്ങനെ കുത്തുന്ന. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റാമിന കൂട്ടട്ടെ. ഒരു 1K എങ്കിലും ആക്കാം സ്റ്റാമിന പെട്ടെന്ന് കഴിയലുണ്ട്. ഫുഡൊക്കെ മൊത്തം കളയട്ടെ, നമുക്കല്ലെങ്കിൽ വെയിറ്റ് ഫുള്ളാവും. ഓക്കെ, ബ്രോണ്ടോനെ പോയി തീർക്കട്ടെ ഞാൻ. നമ്മുടെ തുമ്പി വേഴ്സസ് ബ്രോണ്ടോ കടിക്കട്ടെ പോയിട്ട്. ഇവിടെ വേറെ കുറേ ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു അറ്റാക്കാണുള്ളതാ. ഇങ്ങനെ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന, നിലത്തുനിന്ന് അറ്റാക്കി പിന്നെ പറന്ന് അറ്റാക്ക് കേട്ടോ. ഇത് ഉള്ള സാധനം കുറേ ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡ് എന്തോരം ലെങ്ത് ആവുമെന്ന് നോക്കണം. ഞാൻ ഇന്ന് ടൈമർ വെച്ചിട്ടില്ല, നോക്കണം. എന്തായാലും ഞാൻ മൊത്തം ഇടാനാണ് ചാൻസ്. ഫുള്ള് ഞാൻ ഇടും. കട്ടേനായിട്ട് ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മാത്രം കട്ടാക്കുള്ളൂ ഞാൻ. അല്ലാത്ത മൊത്തം ഇപ്പം ഞാൻ ഫെയിൽ ആയത് മൊത്തം ഞാൻ ഇടും. എന്തായാലും നമുക്ക് സ്റ്റാമിന കൂട്ടാം. ഓക്കെ, സ്റ്റാമിന കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗിഗേനെ പൊക്കാൻ പറ്റുമോ നോക്കിയാലാ. എല്ലാം നോക്കാം നമുക്ക്. പറയാമല്ലോ, എങ്ങനെ പൊക്കാൻ പറ്റിയാലോ അല്ലേ, എങ്ങനെ ബിരിയാണി കിട്ടിയാലോ. പോയി നോക്കട്ടെ ഗൈസ്. ഈ സ്റ്റാമിനയാണ് ഒരു പ്രശ്നം. മൂവ്മെൻറ്റ് സ്പീഡ് കുഴപ്പമില്ലല്ലേ. സ്പീഡ് അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നു. 100 ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ. അതെ ഗൈസ്, മൂവ്മെൻറ്റ് സ്പീഡ് എനിക്ക് അത്രക്ക് സ്ലോ ആയിട്ട് തോന്നലില്ല. അത്യാവശ്യം സ്പീഡ് ഉണ്ട് ആൾക്ക്. ഈ സ്പീഡ് മതി, മൂവ്മെൻറ്റ് സ്പീഡ് ഞാൻ എന്തായാലും കൂട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ കാർച്ചയ്ക്ക് ഈ ഭാഗത്തല്ല കണ്ടത്. നമ്മുടെ അലോസോർസിൻ്റെ കോരിയെടുക്കാം നമുക്ക്. യെസ്, അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാമിന ഒന്ന് കൂട്ടട്ടെ. ഇനി മൊത്തം ഞാൻ സ്റ്റാമിനയായി കൂട്ടാവണം ഗൈസ്. നമ്മുടെ ഈ തുമ്പില്ലേ, ഇതിന് എന്താണ് കൂട്ടേണ്ടത്, ശരിക്കും എന്തൊക്കെയാണ് വേണ്ടത്, അതൊക്കെ ഒന്ന് കമൻസിൽ പറഞ്ഞോട്ടാ. നമുക്കിനി നമ്മുടെ കാർച്ചയൊക്കെ ഉണ്ടാവൂടാ, അതുങ്ങളൊന്ന് തപ്പട്ടെ. അതിനൊക്കെ പൊക്കാൻ പറ്റൂലേ. ഗിഗി ഉണ്ട് ഈ ഭാഗത്ത് ഗൈസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡാണ്, നമ്മൾ ആ റെക്സിനെ പിടിച്ച എപ്പിസോഡ്. ആ എപ്പിസോഡ് ഞാൻ പറഞ്ഞാന്നറിയില്ല. ഗിഗി ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അതിനെ പൊക്കാൻ പറ്റും നോക്കാം. ഏറ്റവും വെയിറ്റ് കൂടിയത് ബ്രോണ്ടോ അല്ലേ ഏറ്റവും വെയിറ്റ് കൂടിയത്. റെക്സിനെ പിന്നെ മറ്റേ ഡിപ്ലോയ് അതിനെ പൊക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് ആനനെയൊക്കെ പൊക്കാൻ പറ്റും, ഈസിയാണ്. പക്ഷെ കാർച്ചയും ഗിഗിയും പൊക്കാൻ പറ്റുമോ ഗൈസ്. ദാ ടെക്കിൻ്റെ ഇത് മറ്റേ ക്യുറ്റ്സലി, ടെക്കിൻ്റെ ക്യുറ്റ്സലി ഇതല്ലേ. അതെ അതെ അതാ അമ്പോ ഉള്ളാട്ട, അതാ പോകുന്നാ പറഞ്ഞ്. ഇപ്പോൾ ഇതിനെയൊക്കെ പിടിക്കാണ്ട് നമുക്കിനില്ലേ. പക്ഷേ ഗൈസ്, ക്യുറ്റ്സലാണോ അതോ നമ്മുടെ തുമ്പിയാണോ നല്ലത്, ഏതായിരിക്കും നല്ലത് ആവോ. ഞാനപ്പോൾ എന്തായാലും ഒന്ന് സ്റ്റാമിന ബൂസ്റ്റ് ചെയ്തിട്ട് നേരെ വെള്ളത്തിലോട്ട് പോട്ടെ. നമുക്കിനി വെള്ളത്തിലൊന്നും കൂടെ നീന്തി നോക്കണം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് തീർന്നു. ഇവിടെ മറ്റേ സാധനം ഇരിക്കുന്ന എക്സ്പ്ലോറർ നോട്ട് കിട്ടി ഗൈസ്. എടുത്തില്ലേ ഞാനത്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാമിന 3 സ്റ്റാമിന ഇപ്പോൾ കൂട്ടല്.
ഒരു 1K ആക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത് ഭയങ്കര പെട്ടെന്ന് സ്റ്റാമിന ഇറങ്ങുന്നുണ്ട്. സ്പീഡ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലതാണ്. എനിക്ക് വലിയ ശോകമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിനെ വെച്ച് നമ്മൾ ട്രാവൽ ആക്കുന്നത് കുറവായിരിക്കും. മറ്റേ മെറ്റലും സാധനങ്ങളൊക്കെ കളക്ട് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ ട്രാവൽ ആക്കും ഇതിനെ കൊണ്ട്. മെറ്റൽ സാധനം കളക്ട് ആക്കാനല്ല, മറ്റേ അതിൻ്റെ പേരെന്തായിരുന്നു, മെറ്റൽ കളക്ടറില്ല, അതിനെ കൊണ്ട് ഇങ്ങനെ റാഞ്ചി കൊണ്ടുപോകാൻ ഞാൻ ഇതിനെ വെച്ചായിരിക്കും ഉപയോഗിക്കാൻ പോകുന്ന. നമ്മുടെ ആർജന മിക്കവാറും എടുക്കലുണ്ടാവില്ല. ഓക്കെ, നമുക്കിനി നേരെ പോയിട്ട് നമ്മുടെ വെള്ളത്തിൽ പരീക്ഷിക്കാം. അതാണ് നെക്സ്റ്റ് പരിപാടി. അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ എപ്പിസോഡ് ഞാനിവിടെ നിർത്തും. ഇതാ റെഡ് ഡ്രോപ്പ്, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവോ? ഡ്രോപ്പ് വീണ, ഓക്കെ, ഡ്രോപ്പ് വീണിട്ടുണ്ട്. ഈ ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് നേരെ വെള്ളത്തിലോട്ട് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. ദാ യൂട്ടി, ഇതിനെ പൊക്കാൻ പറ്റുമോ? അതാ പൊങ്ങുന്ന ഗൈസ്, ഇതിനെ പൊക്കാൻ പറ്റും. ഇതാ തൽക്കാലം യൂട്ടി ഈ വെള്ളത്തിൽ കിടക്ക്, എനിക്കിപ്പോൾ ആവശ്യമില്ല ഇതിനെ. പോടാ, നമുക്ക് ഈ ഡ്രോപ്പ് എടുത്തിട്ട് നേരെ പോവാം. ഡ്രോപ്പിനകത്ത് എന്താ നല്ല സാധനം കിട്ടണേ? കീസ് കിട്ടണം ഗൈസ്. ഡ്രോപ്പിൽ നിന്ന് കീസ് ഇട്ടിക്കാൻ രക്ഷപ്പെട്ട് ഇല്ല. അതാ മറ്റേ തോക്ക് കിട്ടി. ഓക്കെ, എന്തായാലും ഇത് നല്ല ഡ്രോപ്പ്. റെഡ് ഡ്രോപ്പിൽ നിന്ന് കുറേ കലക്ക സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് വെള്ളത്തിനടിയിൽ. ലെറ്റ്സ് ഗോ. വെള്ളത്തിനകത്തൊന്ന് നീന്തി നോക്കട്ടെ. വെള്ളത്തിൽ പോകും നോക്ക്, സെറ്റായിട്ട് കൊള്ളാലേ. ഏറ്റടി എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ നമുക്ക് മറ്റേ ഗ്യാസിൻ്റെ സാധനമില്ല, സോറി സ്കൂബ ടാങ്ക് ഇല്ല. അല്ലെ നമുക്ക് ഏറ്റടി പോയായിരുന്നു. കൊള്ളതാ ഏറ്റടി പോകും നോക്കുന്നത്. വെള്ളത്തിൽ അറ്റാക്ക് ചെയ്യാട്ടാ ഗൈസ്. വെള്ളത്തിൽ നിന്നപ്പോൾ മറ്റേ റൈറ്റിൽ അറ്റാക്ക് ഒന്നല്ല, അല്ല ഷാർക്കാന്നില്ലടാ. പക്ഷേ കൊള്ളാളെ വെള്ളത്തിൽ സെറ്റാന്ന്. റൈറ്റിൽ ഒരു അറ്റാക്ക് ഒന്നേക്ക് നോക്ക്. പക്ഷെ അത് വെള്ളത്തിൽ കാണുമ്പോൾ അത് അതാ മെഗിന്റെ മറ്റേ ആൽഫ മെഗ്. ഈ മെഗിനെ തീർക്കാൻ പോയിട്ട്. ഓക്കെ ഗൈസ്, ആൽഫ മെഗിനെ ഞാൻ അങ്ങനെ തീർത്തിട്ടുണ്ട്. ആൽഫ മെഗ് അല്ലേ അത്? അല്ല, നോർമൽ മെഗ് ആയിരുന്നു. അയ്യേ, പാളിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റാമിന അല്ല, അത് ആൽഫ ആയിരുന്നു. ഇത് 51 ഗൈസ്. നമുക്ക് ഈ സ്റ്റാറ്റ്സ് കണ്ട് ഇത് എത്രയിലൊക്കെ കൂട്ടണം? ഇതൊന്നും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോട്ടാ. നമ്മുടെ ഇവനെ കൂട്ടാൻ പറ്റിയതൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. നമ്മുടെ ഈ തുമ്പിൽ ഇവനൊക്കെ കറക്റ്റ് ചെയ്ത് സ്റ്റാറ്റ്സ് തരണം. ഏതൊക്കെ കൂട്ടുന്നത്? വെയിറ്റ് ആണോ, മൂവ്മെന്റ് സ്പീഡ് ആണോ, ഹെൽത്ത് ആണോ, സ്റ്റാമിന ആണോ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നോട്ടാ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്തലാണ്. നമ്മൾ കുറേ നാൾ, നിങ്ങൾ കമൻസിലും പറയുന്നുണ്ടല്ലേ ഇതിനെ പിടിക്കാനായിട്ട്. കുറേ നാളായി. ഞാൻ പിന്നെ എനിക്ക് ടൈം ഇട്ടിക്കാൻ നമുക്ക് പിടിക്കുന്നതല്ലേ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാർച്ചേനെ ഗിഗനെ എല്ലാത്തിനെയും പിടിക്കാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ നിർത്തണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ് ചെയ്തിട്ട് കാണണം എല്ലാവരും. പുതിയതായിട്ട് കാണാൻ വന്നവരുണ്ടെങ്കിൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പിന്നെ ടിപ്പും ട്രിക്സും കാര്യങ്ങളും കൂടെ പറഞ്ഞു തന്നെ കുറേ നിങ്ങളെനിക്ക് പറഞ്ഞു തരലുണ്ട്. അപ്പോൾ അതും എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. കാരണം ഗെയിമിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന് അതാ വെട്ടുന്ന. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. കമൻറ്റ്സ് തരണേ, അതും മറക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഹാർട്ടും പിന്നെ തീയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഞാൻ എല്ലാം കാണലുണ്ട്, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ചിലപ്പോൾ മാത്രമേ വൈകാറുള്ളൂ, പക്ഷേ മാക്സിമം ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരലുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോ, നോ പ്രോബ്ലം. അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണാം. ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, അയ്യോ അത് പോയി നോക്കട്ടെ കേട്ടാ. ഓക്കെ, അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. തുമ്മിനെ കൊണ്ട് മാന്തട്ടെ. ഇത് മാന്താൻ പറ്റില്ല, ഇല്ല, സൂം മാത്രം ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അയ്യോ ഇതെന്താ? അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.